പടയപ്പയുടെ പരാക്രമം മാട്ടുപ്പെട്ടി നടുങ്ങി, കമ്പത്ത് കൊമ്പൻ. നമ്മുടെ അണക്കെട്ടുകളിൽ ഏറ്റവും കുറച്ച് മണ്ണടിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴയ ഡാമിലാണ്. അത് മുല്ലപ്പെരിയാറാണ്. സാധാരണ ഒരു ആനക്കൂട്ടം എന്ന് വിളിക്കുന്നത് ഒരു അമ്മയുണ്ടാവും. ഈ അമ്മയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. ഒരു കാലത്ത് അട്ടപ്പാടി മരുഭൂമിയായിരുന്നു. ഇന്നും അട്ടപ്പാടി പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറഞ്ഞു വരുന്നു എന്നാണ് നമ്പർ കാണിക്കുന്നത്. മരപ്പെട്ടിയൊക്കെ നമ്മുടെ വീട്ടിന് തട്ടും പുറത്ത് പണ്ട് എന്നും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ ആധുനിക തലമുറയിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കുന്നു, ഒരു മരപ്പെട്ടി കണ്ടാൽ പോലും നമുക്ക് കോൺഫ്ലിക്റ്റ് ആയി. പട്ടി ഉള്ള സ്ഥലങ്ങളിൽ പുലി അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന വിഷയത്തിൽ നിന്ന് തുടങ്ങാം. മനുഷ്യ വന്യജീവി സംഘർഷം കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതാണ്. സ്ഥിരമായിട്ട് മരണങ്ങൾ നടക്കുന്നുണ്ട്. വനം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എന്താണ്? കാരണം വനം വകുപ്പാണ് ഏറ്റവും കൂടുതലായിട്ട് കുറ്റാരോപിതരായിട്ടിരിക്കുന്നത്. വനം വകുപ്പാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ഞാൻ സൂചിപ്പിച്ച പോലെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നതും വളരെ സമകാലീനമായിട്ട് കേരളത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലൊക്കെ തന്നെ വളരെയധികം ഇടപെടുന്ന ഒരു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. സത്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളെ അലോസരപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന രീതിയിൽ അതിന് കൺസർവേഷൻ്റെ കാര്യത്തിലും അതിനൊരു ഒരു 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 ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഏത് രീതിയിലും നമുക്ക് ലഘൂകരിക്കണം എന്നുള്ള ഒരു പൊസിഷനാണ് വനം വകുപ്പിൻ്റേത്. അത് കൺസർവേഷൻ ആവശ്യമാണ്, അതേസമയം തന്നെ ജനജീവിതം സുഗമമാക്കുന്നതിനും കേരളത്തിന് ആവശ്യമാണ്. അപ്പോൾ അത് ബാലൻസ് ചെയ്യാനുള്ള, സമീകരിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന, ഞാൻ നേരത്തെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം തന്നെ അതാണ്. അതായത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്ന വനം വകുപ്പാണ്. കാരണം വനം വകുപ്പിൻ്റെ ഒരു ഫെയിലിയർ കൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വന്യമൃഗങ്ങൾ അടുത്തിടയ്ക്ക് കൂടുതലായിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു. അത് എന്തുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തുകൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഉടനെ തന്നെ ഇപ്പോൾ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ, അതിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടാണെങ്കിലും പേടിപ്പിച്ചിട്ടാണെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വകുപ്പിൻ്റെ ഒരു ഫെയിലിയർ അല്ലേ ഈ വന്യജീവി സംഘർഷം തടയുന്നത്? വനം വകുപ്പ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ പ്രശ്നത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വശം കൂടെ മനസ്സിലാക്കിയാലേ നമുക്ക് ആ ആൻസറിലേക്ക് പൂർണ്ണമായിട്ടും എത്താനായിട്ട് കഴിയുകയുള്ളൂ. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് വിളിക്കുന്നത് ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു പരിണാമത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയിൽ രണ്ട് ജീവികൾ ഉള്ളിടത്തോളം കാലം ഒരു ജീവി മറ്റൊരു ജീവിയുടെ പുറത്ത് അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അതെല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, അതിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഘൂകരിക്കുക എന്നുള്ളൊരു പ്രക്രിയക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പക്ഷെ അടുത്ത കാലത്ത് സംഭവിക്കുന്നത്, ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ പല തലങ്ങളിൽ കാണാൻ പറ്റും. അതിനൊരു പാരിസ്ഥിതിക വിഷയമായിട്ട് മാത്രം കാണാം, അതിനൊരു സാമൂഹികമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൈവരും. പിന്നീട് കുറെ കഴിയുമ്പോൾ അതിന് ഒരു രാഷ്ട്രീയ ഒരു പശ്ചാത്തലം വരുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ലെവൽ 3 എന്ന് വിളിക്കുന്ന ഇതിനെ ഒരു പാരിസ്ഥിതിക, സാമൂഹിക, രാഷ്ട്രീയ പശ്ചാത്തലം കൈവന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇപ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഇടപെടലുകൾ പലതരത്തിലുണ്ടെന്ന് പറയാറുണ്ട്. ഒന്ന്, അത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഇടപെടലുകളായിരിക്കാം, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്, പോസിറ്റീവായിട്ടുള്ള ഇടപെടലുണ്ട്. എൻ്റെ വീട്ടിലെ നായ ഞാൻ അതിന് തലോടുന്നത് വളരെ ധനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഇടപെടലാണ്. പക്ഷെ അത് നെഗറ്റീവ് ആവുമ്പോഴാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളും നമുക്ക് കേരളത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നമ്പറാണ് നോക്കുന്നതെങ്കിൽ ഇപ്പം ഇതിൻ്റെ ചിത്രം വേറെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം കുറഞ്ഞു വരുന്നു എന്നാണ് നമ്പർ കാണിക്കുക. ഇപ്പോൾ 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഇപ്പോൾ 39-40 പേര് ആനയുടെ മുമ്പിൽപ്പെട്ട് മരിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇത് 19ആയി. പക്ഷെ അതേസമയം തന്നെ നമ്മൾ നാഗരികത കൂടുതൽ വരുന്നു, ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്ന ഒരു സാഹചര്യത്തിലും റിപ്പോർട്ടിങ്ങുകളുടെ കൂടുതൽ വരുന്ന സാഹചര്യം, സാമൂഹ്യ മാധ്യമങ്ങളുടെ സാഹചര്യം, ആളുകൾ തന്നെ കൂടുതൽ അവെയറാവുന്ന സാഹചര്യത്തിൽ ഈവൺ ഓരോ മരണവും ഓരോ അപകടവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പരമാവധി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ വനംവകുപ്പ് ഇപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു
അപരയുക്തിയിലും താർക്കിക യുക്തിയിലും നമ്മൾ സമീപിച്ചാൽ തീരുന്നൊരു പ്രശ്നമല്ല. കാരണം ഈ ഒരു പ്രശ്ന ലഘൂകരണത്തിന് പ്രശ്നത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം വളരെ അതിൻ്റെ സമഗ്രതയിൽ പഠിക്കാനുണ്ട്. ഇതിപ്പോൾ ഒരു വകുപ്പിൻ്റെ മാത്രം ഒരു പ്രശ്നം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ജനസംഖ്യ 2.5 ഇരട്ടിയായി. നമ്മുടെ കന്നുകാലികളുടെ എണ്ണത്തിൽ 2.5 ഇരട്ടി വർധനവുണ്ടായി. നമ്മുടെ GDP 8% വർദ്ധിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡുകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ റോഡിൻ്റെ ഡെൻസിറ്റി നമ്മൾക്കൊക്കെ അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് നമ്മുടെ വികേന്ദ്രീകൃത വികസന മാതൃകയുടെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ നാട്ടിൻപുറങ്ങളും നമ്മൾ വികസിക്കുന്നുണ്ട്. അത് ശരിയാണ് തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും സംഭവിക്കുന്നത് കാടും നാടും തമ്മിലുള്ള ഒരു ഇൻ്റർഫേസ് പ്രതലം, ഈ കൂട്ടിമുട്ടാൻ മൃഗങ്ങളുമായി സമ്പർക്കത്തിന് സാധ്യതയുള്ള പ്രതലങ്ങൾ കൂടുന്നുണ്ട്. അത് ഏതാണ്ട് 16,000 കിലോമീറ്റർ എന്നാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. അതിൽ ഏതാണ്ട് ഒരു 4,000 കിലോമീറ്ററോളം ഈ സമ്പർക്ക സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആധുനിക നാഗരികത നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ സഞ്ചാരം കൂടുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യം, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകളുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിന്നീട് കന്നുകാലി മേച്ചിലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മൃഗങ്ങളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. ഇങ്ങനെ നാനാവിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ഈ സമ്പർക്കം, ഈ നെഗറ്റീവായിട്ടുള്ള സമ്പർക്കം ചിലയിടങ്ങളിലെങ്കിലും പ്രാദേശികമായിട്ട് വർദ്ധിക്കുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളെ നമ്മൾ സമഗ്രതയോടെ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിനെ പരിഹരിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, കേരളത്തിലെ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വളരെ കൂടിയിട്ടുണ്ട് പല കാരണങ്ങളിൽ. അതുകൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും കൂടിയിട്ടുണ്ട്. ഡെത്ത്, മേ ബി താങ്കൾ പറഞ്ഞ പോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഡെത്ത് കൂടിയിട്ടുണ്ട്. അത് തടയുന്നത് അതിലൊരു ക്ലാരിറ്റി വേണം. സാർ ആദ്യം പറഞ്ഞു ഡെത്ത് കുറയുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫാക്ച്വലി പക്ഷെ നമ്മളുടെ ഒരു പൊതു പോപ്പുലർ നാരറ്റീവില് വൈൽഡ് അനിമൽ കോൺഫ്ലിക്റ്റ് കാരണം മരണങ്ങൾ കൂടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫിഗേഴ്സ് കാണിക്കുന്നത്. ഫാക്ച്വലി എന്താണ് അതിന്റെ ഒരു പൊസിഷൻ? കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് നമുക്കൊന്ന് വിച്ഛേദിച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുന്നത്. 67 പേരാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം മൂലം കേരളത്തിൽ മരിച്ചു എന്ന് കണക്കിൽപ്പെടുത്തിയിരിക്കുന്നത്. 24-25 നമ്മൾ ഈ സാമ്പത്തിക വർഷം പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, അത് ഈ കോമ്പൻസേഷൻ ഈ സാമ്പത്തിക വർഷമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ടാണ്. അപ്പോൾ ഈ 67 പേരിൽ 34 പേരുടെ മരണം പാമ്പ് കടിയാണ്. ഈ പാമ്പ് കടി നാട്ടിൻപുറങ്ങളിൽ നടക്കുന്നതാണ്, വനവുമായി ബന്ധപ്പെട്ട് നടന്നതല്ല. അത് മിക്കവാറും പാമ്പുകളൊക്കെ ഒരു കാർഷിക വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ പാമ്പുകളൊക്കെ വന്നിട്ടുള്ളത്. നാട്ടിൻപുറങ്ങളിൽ സംഭവിച്ച മരണമാണ്. പക്ഷേ 2 കാരണം കൊണ്ട് ഈ വന്യജീവി കണക്കിൽ വരുന്നു. അത് ഈ കേരളം മാത്രമേ ചെയ്യാറുള്ളൂ. ഒന്ന്, നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കുന്നു. കേരളം ഒരു പോപ്പുലിസ്റ്റ്, അത് ശരിയാണല്ലോ, മരണം എപ്പോഴും ദുഃഖകരമാണ്, അതിന് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു ശീലം കേരളത്തിലുണ്ട്. രണ്ടാമത്, ചില പാമ്പുകളൊക്കെ തന്നെ വന്യജീവി നിയമത്തിൻ്റെ സംരക്ഷണ പട്ടികയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും കണക്കൂട്ടാറുണ്ട്. അപ്പോൾ 67 മരണങ്ങളിൽ 34 മരണം പാമ്പ് കടിച്ചിട്ടാണ്. 13 മരണം സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ വഴിയോരങ്ങളിൽ, കൃഷി ഇടങ്ങളിലും കാട്ടുപന്നി വന്ന് കുത്തിയിട്ടാണ്. 1 മരണം കടുവ പിടിച്ച് മരിക്കുന്നുണ്ട്. ബാക്കി 19 മരണമാണ് ആനയുടെ മുമ്പിലകപ്പെട്ട് മരിക്കുന്നു എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ദേശീയ തലത്തിലൊക്കെ കണക്ക് കൂട്ടുന്നത് ആന, പുലി, കടുവ, ഈ 3 ജീവികളെ കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കമ്പാരിസന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മരണം പോലും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഒരു ഉറുമ്പിന് പോലും പീഡയരുത് എന്ന് ഗുരുവൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. എന്നാലും ഒരു താരതമ്യത്തിന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഒരു വർഷം വളരെ ഭീകരമാണ്. എന്ന് വെച്ചാൽ വളരെ അധികമുണ്ട്. 80ഓളം പേരെ കടുപിടിക്കാറുണ്ട്. 300-400 പേരെ വരെ ആന ചവിട്ടിക്കൊല്ലുന്ന സംസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, നമ്മുടെ ഒരു കെയറാണ്, സംസ്ഥാനത്തിൻ്റെ കെയറാണ്. ഓരോ ചെറിയ സംഭവം പോലും നമ്മൾ അത്ര പ്രാധാന്യത്തോടെ മനുഷ്യജീവന് നമ്മൾ കൊടുക്കുന്ന വിലയാണ്. അത് നമ്മുടെ വികസനത്തിൻ്റെയും നമ്മുടെ ഒരു സാമൂഹിക ബോധത്തിൻ്റെയും സൂചകമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും വേറെ രീതിയിൽ. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് മാറുന്നത് പലപ്പോഴും ഒരു സമാധാനത്തെ ബാധിക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് ഇത് മാറുന്ന സമയത്ത് നമ്മളതിന് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, ഈ കണക്കുകൾ ഈ ഡിസഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ പാമ്പ് കടിയും ഇതിന് പരിഹാരം, പാമ്പ് കടിക്കുന്ന മരണം എപ്പോഴും തന്നെയാണ്, അതിനും നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട്.
ഓരോ ജീവിയാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ വേറെ പരിഹാരം കാണേണ്ടതുണ്ട്. അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് തന്നെ ഓരോ മൃഗത്തെയും ഓരോ മേഖലകളെ എടുത്ത് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്. ഇപ്പൊ ഈ സ്പെസിഫിക്കലി ആന ചവിട്ടിക്കൊന്നു എന്ന് പറയുന്ന മരണങ്ങളുടെ നമ്പർ കുറയുകയാണോ ചെയ്യുന്നത്? ഇപ്പം കുറയുകയാണ് ചെയ്തത്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം 23-24 39 പേരാണ് അന്ന് ആന ചവിട്ടി മരിച്ചത് സംസ്ഥാനത്ത്. പിന്നീട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം അത് 19 അതിന് മുമ്പത്തെ വർഷം അത് 23. പ്രീവിയസ് ഡെക്കേഡുമായിട്ട് കമ്പയർ ചെയ്താൽ അങ്ങനെ, അതായത് ആ ഒരു ഏതാണ്ട്, അതായത് ആ സമയത്ത് സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഒരു അറൌണ്ട് 30+ മരണസംഖ്യ നിൽക്കുന്നത്. പലപ്പോഴും ഈ പറയുന്ന ഈ പാമ്പ് കടി ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന ഒരു സമൂഹം ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ, പുല്ലരിയാൻ പോകുന്നവരാ. അപ്പോൾ അവർ ഈ പൊന്തക്കാടുകളിലാണ് പാമ്പ് കടി ഏൽക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്ന ഒരു ഇൻ്റർവെൻഷൻ എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ ഒരു ഗംബൂട്ടും ഒരു ഗ്ലൗസും നീളമുള്ള കത്തിയും വളരെ ലഘുവായിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ വിഭാഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 1. 2, കേരളത്തിൽ ഇന്ന് വളരെയധികം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതെല്ലാം കാടാവുന്നുണ്ട്. നമ്മുടെ വഴിയോരങ്ങൾ കാട് പിടിക്കുന്നുണ്ട്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു മാറ്റമാണ്. അതായത് കേരളത്തിൻ്റെ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത് ഒരു രീതി എന്ന് വിളിക്കുന്നത് കേരളത്തിൻ്റെ പച്ചപ്പ് കൂടുന്നൊരു പ്രതിഭാസമുണ്ട്. അത് കാർബൺ ഡയോക്സൈഡ് കൂടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഈ നെറ്റ് ബയോമാസ് അക്യുമുലേഷൻ കൂടുമെന്ന് പറയും. പച്ചപ്പ് കൂടും. ഇപ്പോൾ ഒരു കാലത്ത് അട്ടപ്പാടി മരുഭൂമിയായിരുന്നു. ഇന്നും അട്ടപ്പാടി പോയി കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് കാണാൻ പറ്റും. പച്ചപ്പ് കൂടുന്നു, എന്നാൽ മഴ ദിനങ്ങൾ കുറയുന്നു. അതുകൊണ്ട് വരൾച്ചയും കൂടുന്നുണ്ട്. വളരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ളൊരവസ്ഥയാണ്. ഗ്രീനറി കൂടുന്നു, എന്നാൽ ഡ്രൈനസും കൂടുന്നു, ആർദ്രത കുറയുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ മൃഗങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ അവരുടെ സഞ്ചാര പദങ്ങളെയൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കാട് പിടിക്കുന്നു. നമ്മുടെ പല വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. കൃഷിയിടങ്ങൾ, കൃഷി ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങൾ കാട് പിടിക്കുന്നു. ഇവിടെ എല്ലാം തന്നെ പാമ്പുകൾക്കും മറ്റുള്ള ജീവികൾക്കുള്ള പുതിയ ആവാസ വ്യവസ്ഥകൾ തുറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടനാട് പോയാൽ തന്നെ എത്രയോ പാടങ്ങൾ കൃഷിയില്ലാതെ ഉപേക്ഷിക്കുന്നുണ്ട്. പാമ്പുകളുടെ മറ്റു മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകളായിട്ട് ഇത് മാറുന്നുണ്ട്. അപ്പോൾ അതിനുള്ള രണ്ടാമത്തെ ഇൻ്റർവെൻഷൻ എന്താണ്? നമുക്ക് പലപ്പോഴും ആ കൃഷിഭൂമികളാക്കി തന്നെ നമുക്ക് നിലനിർത്താൻ പറ്റണം. കൃഷി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് സംരക്ഷണത്തിനും പബ്ലിക് സേഫ്റ്റിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു അജണ്ടയാണ് ഇതിനകത്തുള്ള വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഇവരുടെ എല്ലാം വകുപ്പിൻ്റെ എല്ലാം ഒരു സഹകരണം ഈ പ്രക്രിയയ്ക്ക് വേണം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ പാമ്പ് കടി ഏറ്റവും കൂടുതൽ ഏൽക്കുന്ന ചില ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ സ്ഥലങ്ങളിൽ ഒരു പക്ഷേ ആൻറ്റിവെനം വേണ്ടത്ര രീതിയിൽ അവൈലബിൾ ആയിരിക്കില്ല. കാരണം ആൻറ്റിവെനം അവൈലബിലിറ്റിക്കായിട്ടുള്ള നിലവിലുള്ള ചില പ്രോട്ടോക്കോളുകൾക്ക് ഉണ്ടാവില്ല. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ മലക്കപ്പാറ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻറ്റിവെനം പിന്നെ ചാലക്കുടിയിലാണ്. ആ ദൂരം വരുമ്പോഴേക്കും ഫാറ്റലാവും. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള പാമ്പ് കടി സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ആൻറ്റിവെനം ക്രമീകരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഒത്തിരി കുറയ്ക്കാൻ പറ്റും. അതിനുള്ള ഉത്തരവാദിത്വം അപ്പോൾ ആരിലേക്ക് മാറുന്നു? ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു റോള് വരികയാണ്. പിന്നീട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ചില പാമ്പ്, ഇപ്പോൾ ഹംപ് നോസ്ഡ് വൈപ്പർ എന്ന് വിളിക്കുന്നൊരു പാമ്പിന് ഇന്ന് ആൻറ്റിവെനം ഇല്ല. നമ്മൾ ആരും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ കേരളത്തിൽ അത് കടിയേറ്റ് മരിക്കുന്ന ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അതുപോലെ ഇന്ന് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റിവെനം വരുന്നത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീജിയൻ സ്പെസിഫിക് ആണ് ഇതിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പാമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിവെനത്തിന് ഒരു പക്ഷേ കൂടുതൽ ഒരു വിറുലൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഒരു വർഷം 16,000-17,000 പാമ്പുകളെ നമ്മുടെ സർപ്പ വോളണ്ടിയേഴ്സ് പിടിച്ചു മാറ്റുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കേരളത്തിന് ആവശ്യം ഉള്ളതും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ളതുമായ വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ആൻറ്റിവെനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയാൽ തന്നെ ഈ മരണസംഖ്യ ഒരുപാട് വീണ്ടും കുറയ്ക്കാൻ പറ്റും. പിന്നീട് വരുന്നൊരു കാര്യം അവയർനെസ്സാണ്. അവയർനെസ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ ഇത്തരം കേസുകളുടെ ഒരു അനാലിസിസിൽ പലതും സംഭവിച്ചിരിക്കുന്ന ആവശ്യമായ ശാസ്ത്രീയമായ ചികിത്സ തേടാതെ എത്തിപ്പെട്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെ കൊണ്ട് മരണം സംഭവിച്ച പകുതിയിൽ കൂടുതൽ അങ്ങനെയുള്ള കേസുകളാണ്. അവിടെ ഒരു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, പൊതുസമൂഹത്തിന് ഒരു റോള് വഹിക്കാനുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പരിഹാരം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പിൻ്റേത് മാത്രമാണ് പാമ്പുകൾ എന്നുള്ളൊരു യുക്തിയിൽ നമ്മൾ ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ബാക്കിയാവും, തർക്കം മാത്രം
തർക്കവും പ്രശ്നവും ബാക്കിയായിട്ട് തന്നെ അവിടെ അവശേഷിക്കും. കോൺഫ്ലിക്റ്റിൻ്റെ സാർ ഇപ്പോൾ പറഞ്ഞില്ലേ, അതിൻ്റെ വേറൊരു ആംഗിളിൽ പറഞ്ഞാൽ ഈ 2025 ജനുവരി മുതൽ മെയ് 30 വരെ 25 പേര് മരിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് ടൈഗർ, 19 പേര് ആന. നമ്മളൊരു കഴിഞ്ഞ വർഷത്തെ എടുക്കുമ്പോഴത്തേക്കും കുറവാണ്. പക്ഷേ ഈ ഒരു ഷോർട്ട് പീരീഡിൽ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക് ഒരുപാട് മരണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റ് കൂടുന്ന എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടോ? കോൺഫ്ലിക്റ്റ് അങ്ങനെ ഞാനത് പറഞ്ഞില്ല, അങ്ങനെ നമുക്കൊരു വളരെ ചെറിയൊരു പീരീഡ് വെച്ചിട്ട് നമുക്കൊരു ആപേക്ഷികമായിട്ട് അങ്ങനെ നമുക്കത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഈ ഉദ്ധരിച്ച കണക്കുകൾ ഒരു 2011 തൊട്ടുള്ള ഒരു ട്രെൻഡാണ് നമ്മൾ പറഞ്ഞത്. പ്രാദേശികമായിട്ട് ഇപ്പോൾ ഒരു വർഷം വല്ലാത്ത ഒരു വരൾച്ച ഉണ്ടാകുന്ന ഒരു വർഷം, തീർച്ചയായിട്ടും അനിമലുകളുടെ സഞ്ചാരത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ഒരു വർഷം നല്ലപോലെ മഴ കിട്ടുന്ന ഒരു വർഷം ചിലപ്പോൾ ഒന്നുമില്ല. ഒരു വർഷം നല്ല സമൃദ്ധമായിട്ട് വേനൽക്കാലത്ത് കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഒക്കെ പ്രദേശങ്ങളിൽ മഴ കിട്ടുകയാണെങ്കിലും അത്രയധികം മൈഗ്രേഷൻ കേരളത്തിലേക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ ഒരു ചെറിയൊരു പീരീഡിനെ വെച്ചിട്ട് നമുക്കതിനെ ഒരു ജനറലൈസ് ചെയ്ത് പറയാനുള്ളത് ബുദ്ധിമുട്ടുണ്ടാവും. അത് പറയുമ്പോൾ ആനയുടെ വിഷയം പറയണം, കാരണം ആനയാണ് പ്രൈമറി വിഷയം. ഞാനത് നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത് ഇപ്പോൾ പുലി പറയാം, പുലിയല്ല കടുവ, എന്നിട്ട് ആനയിലേക്ക് വരാം. കടുവ ശരിക്കും കേരളത്തിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഒരു സംഘർഷാത്മകത കൈവരിച്ച ഒരു സ്ഥലം വയനാടാണ്. ഇപ്പോൾ നിലമ്പൂർ ഒരു സംഭവം ഉണ്ടായെങ്കിലും വയനാട് തന്നെ നമുക്ക് മുമ്പിൽ നിർത്താം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വയനാടിൻ്റെ ഒരു ജോഗ്രഫി എന്ന് വിളിക്കുന്നത് ഒരു 4500-5000 ചതുരശ്ര കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ബന്ദിപ്പൂർ, നാഗർഹോളെ, കർണാടകത്തിൻ്റെ മുതുമലൈ, തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വയനാട്. അപ്പോൾ ഇത് ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച ആനകളുടെയും കടുവകളുടെയും ആവാസ വ്യവസ്ഥയാണ്. ഈ കുറഞ്ഞു ഉയർന്ന പുൽമേടുകളാണ്. ഈ മനുഷ്യവാസം കൂടുതലുള്ളത് നമ്മുടെ വയനാടൻ കാടുകളിലുമാണ്. അതോടൊപ്പം തന്നെ ഇതൊരു ഇങ്ങനെ ചെറിയൊരു ചരിവുണ്ട്. അപ്പോൾ ആ പ്രദേശങ്ങൾ വരണ്ട പ്രദേശങ്ങളാണ്. ഈ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും പ്രദേശങ്ങളിൽ താരതമ്യേന വരണ്ട പ്രദേശങ്ങളായതുകൊണ്ട് ഒരു വേനൽക്കാലത്ത് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു മൈഗ്രേഷൻ കൂടുതൽ ആർദ്രതയുള്ള കേരളത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. മൃഗത്തിന് ഇപ്പോൾ അങ്ങനെ ഒരു ബൗണ്ടറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ സഞ്ചരിക്കുന്ന ഒരു വലിയൊരു പ്രദേശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ എപ്പോഴും പറയുന്നത് ഈ നമ്പറിൽ അവരൊരിക്കലും ഊന്നൽ കൊടുക്കില്ല, മറിച്ച് എണ്ണം പറയരുതെന്നാണ് ശാസ്ത്രം പറയുന്നത്, ഈ വന്യജീവി ശാസ്ത്രം പറയുന്നത്. നേരെ മറിച്ച് സാന്ദ്രത, ഡെൻസിറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ കടുവയുടെ കേസിൽ പറയുകയാണെങ്കിൽ 100 കിലോമീറ്റർ ഉൾക്കൊള്ളാവുന്ന എത്ര കടുവകൾ എന്നാണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വിളിക്കുന്നത് നല്ലപോലെ റിക്രൂട്ട്മെൻ്റ് ഉണ്ട് എന്ന് വെച്ചാൽ കുട്ടിക്കടുവകൾ ധാരാളം നടക്കുന്നുണ്ട്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ആവാസ വ്യവസ്ഥയുടെ ചിഹ്നം കൂടിയാണത്. അത് നമ്മുടെ പുഴയുടെയൊക്കെ ആരോഗ്യമായിട്ടും ബന്ധമുണ്ട്. കാരണം ഈ കടുവകളില്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പുല്ല് തിന്നുന്ന ജീവികൾ വർദ്ധിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന വലിയ പാരിസ്ഥിതിക ആഘാതങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ ഒരു അപ്പെക്സ് ലെവലിൽ ഭക്ഷ്യശൃംഖലയിലെ മേലെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരു സന്തുലനാവസ്ഥ എപ്പോഴും വേണം. പക്ഷേ ഇപ്പോൾ വയനാടൻ പ്രദേശത്ത് മാത്രം തന്നെ നമ്മുടെ ഒരു കണക്കനുസരിച്ച് കഴിഞ്ഞൊരു 10 വർഷത്തെ നമ്മുടെ അറിയാവുന്ന 10-15 വർഷത്തെ കണക്കനുസരിച്ചിട്ട് ഒരു വർഷം ശരാശരി ഒരു 5 മുതൽ 10 വരെ കടുവകൾ കുട്ടിക്കടുവകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു വർഷം മുതൽ 2 വർഷം വരെ ഈ കുട്ടിക്കടുവകൾ എപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ സ്വന്തമായിട്ട് സ്വതന്ത്ര സഞ്ചാരികളാവുകയും സ്വന്തം ഇടങ്ങൾ തേടി പോവുകയും ചെയ്യും. അതൊരു വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു ഫേസാണ്. കാരണം മിക്കവാറും പ്രദേശത്തൊക്കെ ഏതെങ്കിലും കടുവയുടെ ഒരു ടെറിട്ടറി ആയിരിക്കും. പിന്നെ കടുവ മിക്കവാറും ഒരു 8 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും ഇവന് വയസ്സാവാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെയല്ല, ഒരു കണക്കിൽ ഇതിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. ഇത് പ്രതാപശാലിയൊക്കെ ആണെങ്കിലും 15 മുതൽ 20 തവണയൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു ഇര കിട്ടുക. ആ പ്രോസസ്സിൽ വല്ല പല്ലോ നഖോ ഒക്കെ ഇഞ്ചുറി ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ 8 വയസ്സ് കഴിയുമ്പോഴേക്കും അതൊക്കെ സംഭവിച്ചു തുടങ്ങും. പല്ല് തേയാൻ തുടങ്ങും, നഖം പോകാറുണ്ടാവും, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിക്കടുവകൾ ചെല്ലുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു കടുവയുണ്ട്, റെസിഡൻറ്റ് കടുവയുണ്ട്, അവനുമായിട്ടൊന്ന് മുട്ടി നോക്കും. അത് മുട്ടിച്ചപ്പോൾ ആരാണ് ശക്തിമാൻ അവനൊരു വാഴുക എന്നുള്ള പ്രകൃതിയുടെ നിയമമാണ്. ചില കേസിൽ ഭയാനകമായിട്ടുള്ള യുദ്ധങ്ങൾ നടക്കും. ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു അനുഭവം, വയനാട്ടിലൊരു 50% കടുവകൾ ഇങ്ങനെ ഒരു 10 ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ 50% മരണം സംഭവിക്കുന്നുണ്ട്. അത് കാട്ടിനകത്ത് തന്നെയായിരിക്കും മിക്കവാറും സംഭവിക്കുക. ചില കേസിൽ മരണം സംഭവിക്കാതെ വല്ലാതെ ഇഞ്ചേർഡ് ആയതും അല്ലെങ്കിൽ ഈ പ്രായാധിക്യം വന്ന കടുവകൾ ഈ പെരിഫറിയിലേക്ക് തള്ളപ്പെടും. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഈ പെരിഫറി എന്ന് വിളിക്കുന്നത് നമ്മുടെ ആളുകളും താമസിക്കുന്ന ഒരു പ്രദേശമായിരിക്കും. അപ്പോൾ ഇവൻ എപ്പോഴും നോക്കി പോകുന്നത് കാട്ടിൽ മൃഗങ്ങളെ ഇര പിടിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. അപ്പോൾ നോക്കുന്നത് കുറച്ചും കൂടെ എളുപ്പമുള്ള
ജീവികളെ പിടിക്കാൻ നോക്കും. അതായിരിക്കും മിക്കവാറും നമ്മുടെ അതിൻ്റെ കാടിൻ്റെ ഫ്രിഞ്ചിലൊക്കെ മേയുന്ന പശുക്കളോ ആടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആക്രമിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നു. അതും സാധിച്ചില്ലെങ്കിലാണ് പിന്നീട് ഒരു മനുഷ്യൻ്റെ നേർക്ക് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 4-5 കടുവകളാണ് എല്ലാ വർഷവും നമ്മൾ ഈ വയനാടൻ പ്രദേശത്ത് ഈ രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനെ പിടിച്ചു മാറ്റാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 വർഷത്തിനുള്ളിൽ വയനാട് ഒരു 20ഓളം കടുവകളെ ഇത്ര രീതിയിൽ മുറിവ് പറ്റിയതും ഒരു പ്രായാധിക്യം വന്നതും അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കടുവകളെ വനംവകുപ്പ് പിടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇതാണ് വയനാടിലെ സംഘർഷത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ ഇതിൻ്റെ പരിഹാരത്തിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നം അറിയണം. ഇതൊരു സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ വയനാടിൻ്റെ ഉൾക്കാട്ടിലുള്ള വയലുകൾ എന്ന് വിളിക്കുന്ന ചതുപ്പ് പ്രദേശങ്ങളുണ്ട്. ഈ ചതുപ്പുകളാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ. അവിടെയാണ് ഈ സസ്യബുക്കുകളായ ജീവികൾ മുഴുവൻ മേയുന്നത്. അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ വേറെ വഴിയില്ല. മൃഗങ്ങൾ വെളിയിൽ വരികയും മാർഗമുള്ളൂ. പിന്നെ നമ്മൾ മേയാൻ അയക്കുന്ന കന്നുകാലികൾ ചിലപ്പോൾ ഉള്ളിലേക്ക് കയറാൻ ചെന്നാൽ അതും ഒരു അട്രാക്ഷനായിട്ട് മാറുന്ന ഒരവസ്ഥ വയനാട്ടിൽ കാണാറുണ്ട്. ഇങ്ങനെ പല കാരണം കൊണ്ടാണ് ശരിക്കും ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ പക്ഷേ അതേസമയം തന്നെ നമ്മൾ ആ ലാൻഡ്സ്കേപ്പ് എടുത്ത് നോക്കുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇതിന് ഉൾക്കൊള്ളാവുന്ന ലെവലിലേക്ക് ഇത് മാറിയിട്ടില്ല. കാരണം അത്തരം പ്രദേശങ്ങളിൽ മനുഷ്യവാസം ഇല്ല. പക്ഷെ പ്രാദേശികമായിട്ട് കൂടുതൽ അനുഭവപ്പെടുന്നത് ഇത്തരം പ്രദേശങ്ങളിലാണ്. ഇങ്ങനെ ഒരു എന്താ പറയുക സിമെട്രിക്കലായിട്ട് ചില സമയത്ത് അനുഭവപ്പെടുന്നതാണ് കടുവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ വയനാട് അനുഭവിക്കുന്നത്. ഇത് നമ്മൾ വളരെ എന്താ പറയുക, നമ്മൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ഭീതി ഉണർത്തുന്നത്, കുട്ടികളെ വീട്ടിലയക്കുന്ന ഒരു കുടുംബത്തിന് ഭീതി ഉണർത്തുന്നതാണ്. പക്ഷേ അതിൻ്റെ സങ്കീർണതയിൽ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്കതിൻ്റെ പരിഹാരവും പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് കാടിനകത്ത് 750ഓളം സെറ്റിൽമെൻറ്റുകളുണ്ട്, മനുഷ്യവാസ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ അത്രയധികം സഞ്ചാരമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്, അത്ര വികസിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് മിക്കവാറും റോഡുകളായി, വാഹനങ്ങളായി, അതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ നാഗരികതയുടെ സൂചകങ്ങളാണ്, പുരോഗതിയുടെ സൂചകങ്ങളാണ്. പക്ഷേ ഇതെല്ലാം തന്നെ ഈ സമ്പർക്കം കൂട്ടുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ട്രൈബൽ സെറ്റിൽമെന്റ്സും അല്ലാത്തതുണ്ട്. സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം ഇപ്രാവശ്യത്തെ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിൽ ഈ വയനാട് സാങ്ച്വറിക്ക് ഉള്ളിലുള്ള സെറ്റിൽമെൻറ്റ്സിലുള്ള ആൾക്കാരെ അവിടുന്ന് റീഹാബിലിറ്റേറ്റ് ചെയ്യണം എന്നൊരു ഇതുണ്ട്. അതെന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? അത് നടക്കുന്നുണ്ട്. 2008 തൊട്ട് യഥാർത്ഥത്തിൽ അവിടെ ഒരു വോളണ്ടറി റീലൊക്കേഷൻ നടക്കുന്നുണ്ട്. അതായത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കാനുള്ള മാർഗങ്ങളെ നമ്മളൊരു വകയിരുത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത് ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പദ്ധതികളാണ്. ഹ്രസ്വകാലം എന്ന് വിളിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തൊരു കോൺഫ്ലിക്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു സംഘർഷം രൂപീകൃതമാവുമ്പോൾ ചെന്നിട്ട് അവിടെ നമുക്ക് ആളുകളോട് തിയറി ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ വേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സൗരോർജ്ജ വേലി കെട്ടേണ്ടി വരും. ചിലപ്പോൾ കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. മരണത്തിന് അതൊന്നും വിലയിടാൻ പറ്റിയില്ലെങ്കിൽ പോലും മരിച്ചുപോയ ഒരു സമാശ്വാസം നിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ അപകടകാരിയായ മൃഗത്തെ തുരത്തി ഓടിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ പിടിച്ചു മാറ്റേണ്ടി വരുന്ന സാഹചര്യം. ഇതൊക്കെ ഹ്രസ്വകാലത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ദീർഘകാല പദ്ധതികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യം തിരിച്ചുപിടിക്കുക. നമുക്ക് കാട്ടിലെവിടെയെങ്കിലും എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു പുൽമേട് നശിക്കപ്പെട്ടാൽ ഓർത്തോളൂ, കുറച്ച് മൃഗങ്ങൾ പുറത്തേക്ക് ഭക്ഷണം തേടി വരും. അത് ചിലപ്പോൾ ടൂറിസത്തിന് വേണ്ടി നമ്മൾ തുടങ്ങുന്നതായിരിക്കാം, ചിലപ്പോൾ ഒരു വഴി അതിൽ പോകുന്നതായിരിക്കാം, കാലാവസ്ഥാ വ്യതിയാനം മൂലമായിരിക്കാം. പക്ഷേ ആവാസ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റമായിരിക്കാം. എന്ത് കാരണം കൊണ്ടും ഇത്തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നശിച്ചാൽ മൃഗങ്ങൾ പുറത്തേക്ക് വരാനുള്ള അല്ലെങ്കിൽ പെരിഫറിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന്. രണ്ടാമത് ഈ പറയുന്ന സെറ്റിൽമെൻറ്റുകൾ, നമ്മുടെ കൂടുതൽ മാർക്കറ്റും കമ്പോളങ്ങളും അതുപോലെ നമ്മുടെ വികസന പ്രവർത്തനങ്ങളും അത് അശാസ്ത്രീയവുമായിട്ടുള്ളത് എത്തുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ഇൻ്ററാക്ഷനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 2008 തൊട്ടേ, വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു പദ്ധതിയാണ്. പൂർണ്ണമായിട്ടും ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് പ്രയർ ഇൻഫോംഡ് കൺസെൻ്റ് ആണ്. അതായത് എന്താ പറയുക, ഈ മനുഷ്യ വന്യജീവി സംഘർഷം, അതുപോലെ തന്നെ ബെറ്റർ ആക്സസ് ടു ഡെവലപ്മെൻറ്റ് താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിഡക്ഷൻ എന്നുള്ള ആശയത്തിൻ്റെ പേരിൽ വളരെ ഉൾക്കാട്ടിൽ കിടക്കുന്ന ആളുകൾ പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹം പറയുകയാണെങ്കിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യണം. അവർക്ക് തീർച്ചയായും വേണ്ട ഏറ്റവും നല്ല
പാക്കേജും അല്ലെങ്കിൽ അത്ര സൗകര്യങ്ങൾ കൊടുത്ത് അവരത് വെളിയിൽ ഇറങ്ങിയാലും അത് നാടിനോട് ഇണങ്ങുന്നത് വരെ ഹാൻഡ് ഹോൾഡിങ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റീലൊക്കേഷൻ പ്രോഗ്രാം വയനാട്ടിൽ 2008 തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 100-200 കുടുംബങ്ങളിലധികം മാറിയിട്ടുണ്ട്. പക്ഷേ ഇത് ഈ റീലൊക്കേഷൻ എന്ന് വിളിക്കുന്നത് എന്നും കുറച്ചൊക്കെ ഒരു വിവാദപരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് പലപ്പോഴും എന്താ പറയുക, ഇപ്പോൾ ആദിവാസി സമൂഹമൊക്കെ ഇൻവോൾവ് ആകുമ്പോൾ അത് വളരെയധികം സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അത് പരിപൂർണമായിട്ടും ചർച്ച ചെയ്ത് കൺസെൻസസ് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആവശ്യപ്പെടുന്ന ആദിവാസി സമൂഹങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. എന്നാൽ അതേസമയം തന്നെ കാടിനോട് ഒരിക്കലും മാറരുതെന്ന് പറയുന്ന ഒരു സമൂഹങ്ങളും ഉണ്ട്. ഇത് തലമുറയുടെ വ്യത്യാസം കാണാൻ പറ്റും. പഴയ തലമുറ ഒരു പക്ഷേ കാട്ടിൽ തന്നെ കഴിയണമെന്ന് പറയുന്നു, പക്ഷേ പുറത്തേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്ന പുതിയ തലമുറയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒത്തിരി വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ റീലൊക്കേഷൻ എന്ന് വിളിക്കുന്നതും എന്താണ്, ഒരു ഉൾക്കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിൻ്റെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു മാർഗമാണ്. ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായ വ്യാഖ്യാനമല്ലേ? ബിക്കോസ് ആനിമൽസ് വിൽ നെവർ വാണ്ട് എ കോൺഫ്ലിക്റ്റ്. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് ഹ്യൂമൻസ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് നിർവഹിച്ചിട്ടുള്ള ഇപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ശാസ്ത്ര സംഘങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത് അവരൊരിക്കലും ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പോലും പറയില്ല. അത് പറയുന്ന വാക്ക് ഹ്യൂമൻ വൈൽഡ് ലൈഫ് ഇൻട്രാക്ഷൻ എന്നാണ്. അതായത് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലുകൾ എന്നുണ്ടായിട്ടുണ്ട്. മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ്. ഇതിപ്പോൾ കാറൽ മാർക്സ് പറയുന്നത് ആ ഒരു വിച്ഛേദത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് മെറ്റബോളിക് റിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ്. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു പ്രക്രിയയിലെ ലാറ്റിൻ അമേരിക്കയിലെ പക്ഷിക്കാഷ്ടം എടുത്ത് വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു 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 സങ്കല്പത്തെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്. മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. പക്ഷേ ആ അപരഭാവനയുടെ യുക്തി പിന്നീട് വന്നു കയറുന്നതാണ്. ഗാന്ധിജി പറയുന്നുണ്ട്. ഗാന്ധിജി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള പറയാറില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കാവുന്നൊക്കെ പറയുന്ന ഇതേ ഒരു തീസിസിലാണ്. അവരെല്ലാം തന്നെ മനുഷ്യൻ ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് മാറി എന്ന് പറയുന്നത്. അത് പിന്നീട് നമുക്ക് കടന്നു വന്ന ചില ഭാവനകളാണ്. അപ്പോൾ ഇതിൽ ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് ഇൻട്രാക്ഷനെ പിന്നീട് പറയുന്നത് അതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗം എന്ന് വിളിക്കുന്നത് പോസിറ്റീവ് ഇൻട്രാക്ഷൻ. ഞാൻ എൻ്റെ നായ തലോടുന്നത് പോസിറ്റീവ് ഇൻട്രാക്ഷനാണ്. രണ്ടാമത് ന്യൂട്രലാണ്. ഒരു നായ അതിൽ നടന്നു പോകുന്നു, ന്യൂട്രലാണ്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ മുമ്പിൽ ഒരു ചേര അഴഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ന്യൂട്രലാണ്. മൂന്നാമത്തെ ഘട്ടം വരുമ്പോഴാണ് ഇത് നെഗറ്റീവ് ഇൻട്രാക്ഷനാണ് ഈ കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറുന്നത്. പക്ഷേ അത് ടോളറൻസുമായിട്ട് വല്ലാതെ ബന്ധമുണ്ട്. നമ്മുടെ ഒരു കൾച്ചറൽ കണ്ടീഷനിങ് ആയിട്ട്, സാംസ്കാരിക ഒരു നിർമ്മിതിയുമായിട്ട് വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മരപ്പെട്ടിയൊക്കെ നമ്മുടെ വീട്ടിന് തട്ടും പുറത്ത് പണ്ട് എന്നും ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നത്തെ ആധുനിക തലമുറയിൽ ഒരു പക്ഷേ എന്ത് സംഭവിക്കുന്നു, ഒരു മരപ്പെട്ടി കണ്ടാൽ പോലും നമുക്ക് കോൺഫ്ലിക്റ്റ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺട്രോൾ റൂമിൽ കിട്ടുന്ന ഡാറ്റ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ഡാറ്റയും വരുന്നത് ഇന്ന കഴക്കൂട്ടത്തെ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തെ ഫ്ലാറ്റിൻ്റെ 7ാം നിലയിൽ കടുന്നൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു വരുന്നതും സംഭവങ്ങളുണ്ട്. അത് കോൺഫ്ലിക്റ്റായി. അതിൽ കുറച്ചൊക്കെ നമ്മുടെ അതൊരു നിർമ്മിതിയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ എന്താ പറയുക, ഒരു ശാസ്ത്രീയമായ രീതിയിൽ നോക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷേ ഇതൊന്നും തന്നെ നമ്മളിതിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ നമ്മളതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു തന്നെ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഫോറസ്റ്റ് ഓഫീസറുടെ റോൾ എന്താണ്? കാട്ടിനെ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണോ, അല്ല ജനങ്ങളെ കാട്ടിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും രക്ഷിക്കണം, അല്ല ഒരു ബാലൻസ് ഉണ്ടാക്കി കൊടുക്കണം? ഞാൻ അതിലേക്ക് വരാം. അതിൽ കർഷകരുമായിട്ടുള്ളത് വരുമ്പോൾ വരാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആന പറഞ്ഞില്ലേ, ഇതിൽ ആനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോൾ പുലി മൂലം കേരളത്തിൽ ആരും മരിച്ചതായിട്ടുള്ള റിപ്പോർട്ട് ഇതുവരെ ഇല്ല. മലക്കപ്പാറ ഭാഗത്ത്, തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരു കുറച്ച് 1-2 മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുലി ധാരാളം ആളുകളെ ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്, ഇല്ല എന്നില്ല. പുലിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 3 ഡയമെൻഷണൽ അനിമലാണ്. ഇപ്പോൾ കടുവയ്ക്ക് മരം കയറാൻ പറ്റില്ല സാധാരണഗതിയിൽ. പുലി പക്ഷേ എവിടെയും കയറും, ഇത് മരവും കയറും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു സ്പീഷീസാണ് മനുഷ്യനോട്. ഇപ്പം വളരെ ചെറിയൊരു പൊന്തക്കാട് മതി, ഇതവിടെ പതുങ്ങി ജീവിക്കും. ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പട്ടിയാണ്. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതിവിടെ മാത്രമല്ല, ലോകം എങ്ങും അത് തന്നെയാണ് സാർ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ ബോറിവില്ലി എന്ന് വിളിക്കുന്നത് ബോംബെ നഗരത്തിൻ്റെ നടുക്കുള്ള ഒരു നാഷണൽ പാർക്കാണ്, പുലികൾക്ക് വേണ്ടിയുള്ളതാണ്. അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിതിൻ്റെ കാര്യകാരണങ്ങൾ തേടി വരുമ്പോഴാണ് പട്ടി ഉള്ള സ്ഥലങ്ങളിൽ പുലി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് തെരുവുനായ്ക്കൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വരും. തെരുവുനായ്ക്കൾ എവിടെ കൂടുതലുണ്ടാവുന്നത്? വേസ്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വരുന്നത്. അത് പ്രത്യേകിച്ച് പോൾട്രി വേസ്റ്റ് ആണെങ്കിൽ ഇത് വളരെ കൂടുതലായിരിക്കും ചെയ്യും.
അപ്പോൾ ഇതിൻ്റെ കാര്യകാരണം കണ്ട ഈ പുലിയുടെ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ വേസ്റ്റിലേക്ക് ചെല്ലുകയാണ്. നമ്മുടെ മുനിസിപ്പൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളായിട്ട് നമ്മളിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ കാഴ്ചക്കാരല്ല, അത് നമ്മൾ തന്നെയാണ് ഇപ്പോൾ ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടതെന്നുള്ള രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പിന്നീട് ഒരു പ്രത്യേകത എന്ന് വിളിക്കുന്നത് ഈ കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറയുന്നൊരു കാര്യം, ഒരു മിയർ സൈറ്റിംഗ് ഓഫ് ആൻ അനിമൽ ഈസ് നോട്ട് എ കോൺഫ്ലിക്റ്റ് എന്നാണ്. ഞാനൊരു മൃഗത്തെ കാണുന്നത് കോൺഫ്ലിക്റ്റ് അല്ല. ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് പണ്ട് മഹാകവി പാടിയിട്ടുള്ളത് പോലെ അതൊരു പഴയ ഒരു അസമത്വത്തിൻ്റെ തിരിച്ചുവരവാണ്. അതൊരു മറിച്ച് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ അടിത്തട്ടും അതാണ്. ഇത് ഈ സമഭാവന തിരിച്ചു കൊണ്ടുവരുന്നത് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമല്ല എന്ന് നമ്മൾ പറയുന്നത് അതിവിടെയും ബാധകമാണ്. നമ്മുടെ കേസിൽ ഇത് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും. നമ്മളൊരു മൃഗത്തെ കാണുമ്പോഴേ അതിനെ, ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത വരുന്നത് കൊച്ചി അല്ലെങ്കിൽ ധനുഷ്കോടി പാതയിൽ ആന എത്തി എന്ന് പറയുന്നത്, അത് കൊടുങ്കാട്ടി കൂടെ പോകുന്ന ഒരു വഴിയാണ്. ആനയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ മറന്നുപോകും. പക്ഷെ തീർച്ചയായിട്ടും അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് ആ കാട്ടുപന്നിക്ക് അവിടെ സ്ഥാനമില്ല. അത് തീർച്ചയായിട്ടും ഈ രണ്ട് വിഷയങ്ങളെ രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതാണ് ആത്യന്തികമായിട്ട് പരിഹാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന എന്താ പറയുക, ഒരു മൃഗത്തെ വെറുതെ കാണുന്നത് ഒരു കോൺഫ്ലിക്റ്റ് അല്ല. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ അങ്ങനെ നരേറ്റീവ് കൊണ്ടുവന്നു. പുലിയുടെ ഒരു പ്രശ്നം ഇത് പൂച്ചയാണ്. അപ്പോൾ ഈ പൂച്ചയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് വിളിക്കുന്നത് ഹോമിങ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ഭയങ്കരമായിട്ട്. നമ്മൾ എത്ര അകലെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വേണമെങ്കിൽ തിരിച്ചു വരാം. അതുമാത്രമല്ല, ഒരു പ്രദേശത്തെ ഒരു പുലിയെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു മാറ്റി ഒഴിവാക്കുന്നു. പക്ഷെ അത് വേറൊരു ഒരു ജീവിയോടെ വന്ന് അതിനെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് വിളിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ തന്നെ കാട് പിടിക്കുന്ന സ്ഥലങ്ങളിൽ കൃഷിയിടങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എന്താക്കുക എന്നുള്ളതാണ്. കൃഷിയിടങ്ങളാക്കി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തും പല കാരണങ്ങളെയും കൊണ്ടും ഇപ്പോൾ റബ്ബർ എസ്റ്റേറ്റുകൾ, ഇപ്പോൾ സ്ലോട്ടറൊക്കെ വെട്ടുന്ന റബ്ബർ എസ്റ്റേറ്റുകൾ ചിലപ്പോൾ കാട് മൂടും. ഈ മൃഗത്തെ സംബന്ധിച്ച് അതിന് വേർതിരിവില്ലാത്തത് കൊണ്ട് പുതിയൊരു ആവാസ വ്യവസ്ഥ തുറന്നു വരുന്നു എന്ന് പറഞ്ഞ പ്രശ്നം. അപ്പോൾ അതിൻ്റെ പരിഹാരം എവിടെ കിടക്കുന്നത്? ഒന്ന്, വേസ്റ്റ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്, കാട് പിടിക്കുന്ന പ്രദേശങ്ങൾ ചിലപ്പോൾ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കാട്ടിലേക്ക് നിന്നോട്ടെ. ഇതിനാണ് കാടിനെ കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു വനാവരണം വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയൊന്നും നമുക്കില്ല. അത് ശരിയല്ല ആ രീതിയിലുള്ളത്. അപ്പോൾ ആ പുലിയുടെ ഒരു പ്രശ്നം നിൽക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് പിടിച്ചു മാറ്റലൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള പരിഹാരം ആവുന്നുള്ളൂ. അതിനും നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്, രണ്ടാമത് ഈ പറയുന്ന രീതിയിലുള്ള ഈ പൊന്തക്കാടുകൾ, കൃഷിയിടങ്ങളെ എല്ലാം നല്ല കൃഷി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നതാണ് അതിനുള്ളൊരു ഇതിലേക്ക് പോകുന്നത്. പിന്നീടാണ് ഈ വളരെയധികം നമ്മളിപ്പോൾ ഈ പറയുന്ന ആന എന്ന് വിളിക്കുന്നൊരു പ്രശ്നം വരുന്നത്. ആനയുടെ പ്രശ്നം എന്ന് വിളിക്കുന്നത്, ആനയുടെ ഒരു സ്വഭാവം എന്ന് വിളിക്കുന്നത്, ആന ഒരു വലിയ വയറുള്ള ഒരു ജീവി. പല ഭാവനകളിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആന പ്രത്യക്ഷപ്പെടുന്നത്. ഐതിഹ്യമാല നോക്കിയാൽ മതി. ഐതിഹ്യമാലയിൽ 9 ആനയാണ് വരുന്നത്. അപ്പോൾ അത് പിടിക്കുന്നവരെ വളരെ രൗദ്ര സ്വഭാവമൊക്കെ ഉള്ള ഒരു ജീവി. പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ മെരുക്കിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ രൂപം മാറുകയാണ്. അതിനൊരു ഓമനത്വമൊക്കെ വരുന്നു, ദൈവഭാവന അതിലേക്ക് കടന്നു വരുന്നുണ്ട്, നമ്മളതിനെ ഓമനിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മറ്റേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മറ്റേ തയ്യൽ കടയിൽ പോയിട്ട് പണം തിന്നാൻ സൂചി കൊണ്ട് കുത്തുന്ന ഭാവന വരുന്നു. ഐതിഹ്യമാലയിലെ ഒരു കഥ, ഇപ്പോൾ കിടങ്ങൂർ കണ്ടങ്കോരെന്ന് എനിക്ക് തോന്നുന്നു. സാധാരണ ആനയ്ക്കൊക്കെ സവർണ്ണ പേരുകളാണ്, പക്ഷേ ഈ ഒരു ആനയ്ക്ക് മാത്രം അങ്ങനെ വന്നിട്ടുള്ളൂ. പേരിൽ അതും അല്ല. അതൊരു ചെമ്മനം ചാക്കോടെ കവിതയിലൊക്കെ വരുന്നതാണ്. അതായത് ആനയുടെ ജാതി എന്താണെന്നാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാവനയുള്ള ഈ ആന ആ കഥയിൽ പറയുന്നത്, അന്ന് ഈ പറയുന്ന കിടങ്ങൂർ പ്രദേശം മുഴുവൻ കരിമ്പും തോട്ടങ്ങളാണ്. കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ കരിമ്പുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ ഈ ആന എന്താ പറയുക, വേലി കെട്ടിത്തിരിക്കുമായിരുന്നു. ആ സമയത്ത് ഈ ആന ഒരു ദിവസം ഈ വേലി തല്ലിപ്പൊളിച്ചിട്ട് വിശന്ന് വലഞ്ഞ് അവിടെ വന്ന് ഒരു പറ്റം പോത്തും കൂട്ടങ്ങളെ അതിനകത്ത് കയറ്റി യഥേഷ്ടം ഭക്ഷിക്കാൻ കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവൻ മറ്റേ പുഴയിലിറങ്ങി കിടന്ന് കുളിക്കുകയാണ്. അപ്പോൾ അന്ന് കോട്ടയം അങ്ങാടിയിലേക്ക് ചരക്കുമായി പോയ ഒരു വഞ്ചി, ഇത് പാറയാണെന്ന് കണ്ടു വെച്ച് ഇതിൻ്റെ പുറത്ത് കയറി അവനങ്ങ് ഇറങ്ങിയിട്ട് അടിച്ച് പൊളിക്കുകയാണ് വഞ്ചി. പിന്നെ ഇവൻ്റെ കാലശേഷമേ അതിൽ കൂടെ ഗതാഗതം നടന്നിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെയും കഥകൾ കാണാൻ പറ്റി. കോൺഫ്ലിക്റ്റിൻ്റെയൊക്കെ തന്നെ പല രൂപങ്ങൾ നമുക്ക് പല രീതിയിൽ നമ്മൾ ആ രീതിയിൽ തപ്പിപ്പോയി കാണാൻ പറ്റും. ഇപ്പോൾ 1900 നമ്മുടെ വത്സലയുടെ നെല്ല് നോവലായില്ലേ, അതിൽ ഒരു പോസ്റ്റ്മാൻ എന്നുള്ളൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹം മരിക്കുന്നത് ആന ചവിട്ടി കൊന്നിട്ടാണ്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ അത് മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ അല്ല, നമ്മുടെ പൊന്നി എന്നുള്ള നോവലിൽ അത് പിന്നെ സിനിമ തോപ്പിൽ വാസി സിനിമയാക്കുമ്പോൾ അത് അഭിനയിക്കുന്നത് കമലഹാസനാണ്. കമലഹാസനും ലക്ഷ്മിയാണ്. അപ്പോൾ കമലഹാസനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കള്ളക്കേസിൽ കുടുക്കിയിട്ടാണ്. അപ്പോൾ തെളിവെടുക്കാൻ വേണ്ടി ആദിവാസി സെറ്റിൽമെൻറ്റുകൾ ചെല്ലുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടുത്തെ
ഇദ്ദേഹത്തിൻ്റെ പുറത്തുള്ള കുറ്റം എന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ പറയുന്നത് അത് കള്ളത്തോക്ക് വെച്ചു എന്നാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതൊരു ഇത്ര വലിയ കാര്യമാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഇതുണ്ടല്ലോ എന്നാണ്. 1964 വന്യമൃഗങ്ങളെ ഓടിക്കാനായിട്ട് ഞങ്ങളിത് സൂക്ഷിക്കാറുണ്ടെന്ന് പറയുന്ന ഒരു ചരിത്രവും കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇതൊക്കെ ആ രീതിയിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയും കാണാൻ പറ്റും. അപ്പോൾ ഈ ആന ഈ വലിയ ജീവിയാണ്, ഇതിന് വലിയ വയറാണ്, ഭക്ഷണം വേണം ഇതിന്. അപ്പോൾ അതിന് ഒരു കണക്ക് ഇപ്പോൾ നമ്മുടെ ഉഷ്ണമേഖലാ കാടുകളുടെ ഒരു ഇത് കണക്ക് പറയുന്നത് ഒരു 10-15-16 മണിക്കൂറെങ്കിലും ഇര തേടിയാലേ ഇതിൻ്റെ വയറ് നിറയുള്ളൂ. അങ്ങനെ ഒരു ജീവിയാണ്. അപ്പോൾ പിന്നെ ഇതൊരു വലിയൊരു എക്കോളജിക്കൽ എന്താ പറയുക എൻജിനീയറും കൂടിയാണെന്ന് പറയും. ഒരു കാട് ഇളക്കി മറിച്ച് സക്സഷൻ അങ്ങനെയുള്ള ഒരു പാരിസ്ഥിതിക പ്രക്രിയ പുനഃസൃഷ്ടി, കാടിൻ്റെ പുനഃസൃഷ്ടി ചെയ്യാൻ ഇത് ചെയ്യും. ഭക്ഷിച്ചു പോകുമ്പോൾ വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 15 മണിക്കൂർ തിന്നണം എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇതൊരു വലിയ ലോങ് റേഞ്ചിങ് സ്പീഷീസ് ആവുന്നത്. 20-25-30 കിലോമീറ്റർ വരെയൊക്കെ നടക്കും. അത് സ്വതമേവേ ഇതൊരു ഡിസിപ്ലിനുള്ള ജീവിയാണ്. ഇപ്പോൾ സാധാരണ ഒരു ആനക്കൂട്ടം എന്ന് വിളിക്കുന്നത് ഒരു അമ്മയുണ്ടാവും. അമ്മയും കുറേ ആ സാമൂഹിക ശ്രേണിയിലുള്ള കുടുംബാംഗങ്ങളുമാണ്. ഈ അമ്മയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നല്ല നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പോലെ മുത്തശ്ശിമാരും അമ്മമാരും വളർത്തുന്ന കുട്ടികൾ അത്യാവശ്യം അച്ചടക്കം ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ മിക്കവാറും കൂട്ടങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ചിലത് മാത്രം ഒറ്റപ്പെട്ട് വളരുന്നതും ഉണ്ടാവും, അങ്ങനെയുള്ളതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നോക്കൂ, പെരിയാറിലും അല്ലെങ്കിൽ പറമ്പിക്കുളം പോലുള്ള പ്രദേശങ്ങളിൽ ഈ ആന മൂലമുള്ള സംഘർഷം വളരെ കുറവാണ്. അതിൻ്റെ കാരണം എന്ന് വിളിക്കുന്നത് ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടമില്ല. ഇനി സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. കേരളത്തിലെ നമ്മുടെ നദികളിൽ ഏറ്റവും അധികം, നമ്മുടെ അണക്കെട്ടുകളിൽ ഏറ്റവും കുറച്ച് മണ്ണടിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പഴയ ഡാമിലാണ്. അത് മുല്ലപ്പെരിയാറാണ്. ഏറ്റവും കൂടുതൽ മണ്ണടിഞ്ഞിട്ടുണ്ടാവുക ഏറ്റവും പഴയ പുതിയ ഡാമുകളിലാണ്. അത് ഈ ക്യാച്ച്മെൻറ്റിൽ നമ്മൾ ഇതുമാത്രം നമ്മൾ ആശ്രയിക്കുന്നു, നമ്മൾ തന്നെ ഡിസ്റ്റർബ് ചെയ്തതിനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ജലസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാടിൻ്റെ ആനയുടെ കഥ പറയുമ്പോൾ ഇതെല്ലാം ചേർത്ത് വരുന്നതാണ്. നമുക്കിത് മാത്രം ഈ പാരസ്പര്യത്തെ മറന്നുകൊണ്ട് നമ്മൾ നടക്കുന്ന 1-2 സംഭവങ്ങളുടെ പുറത്ത് നമ്മൾ ഈ പ്രശ്നത്തെ ഉയർത്തി കാണിക്കുമ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ഉയർന്നു വന്ന ഈ പാരസ്പര്യത്തിൻ്റെ വലിയ മൂല്യങ്ങളാണ്. എന്തായാലും അപ്പോൾ ഇത് സഞ്ചരിക്കണതില്ല, അത് പലപ്പോഴും നമ്മുടെ എന്ത് പറ്റും, ആവാസ വ്യവസ്ഥ ശോഷിച്ചിട്ടുണ്ട്, വല്ലാതെ ശോഷിച്ചു. അധിനിവേശ സസ്യങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. നമ്മുടെ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തുരുത്തുവൽക്കരണം കാട്ടിൽ നടക്കുന്നുണ്ട്. നമ്മൾ പുതിയ റോഡുകൾ നമുക്ക് ആവശ്യമുണ്ട്, അതൊക്കെ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുൽമേടുകൾ നമ്മൾ പല കാരണം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരിക്കും. ഒരു ആനയുടെ കണ്ണിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റോഡിലൂടെ നിരനിരയായി പോകുന്ന ഈ വണ്ടികളൊന്നും ഒഴിഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് ഭക്ഷണം തേടി പോകാനായിട്ട്. ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സെൽഫി എടുക്കാനായിട്ട് നമ്മുടെ കാത്തു നിൽക്കുന്നതും. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. തുരുത്തുവൽക്കരണം, അങ്ങനെ ആനയുടെ പ്രധാനപ്പെട്ട ഹാബിറ്റാറ്റുകൾ വല്ലാതെ ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം തേടി പോകുമ്പോൾ അത് ഗോത്രവർഗ്ഗക്കാരോട് സംസാരിക്കുമ്പോൾ അവർ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. പലപ്പോഴും ഭക്ഷണത്തിന് വേണ്ടിയാണ് ഈ മത്സരം എന്ന് പറയാറുണ്ട്. നമ്മളും അവരും ഭക്ഷണത്തിന് വേണ്ടി മത്സരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതാണൊരു പ്രാദേശികത. ഞാൻ അതുകൊണ്ടാണ് വീണ്ടും സൂചിപ്പിച്ചത്, നമുക്കിതിപ്പോൾ പെരിയാറിൽ അല്ലെങ്കിൽ പറമ്പിക്കുളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ കോൺഫ്ലിക്റ്റ് ഇല്ല, അല്ലെങ്കിൽ വളരെ 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 സുഖമാണ്. പിന്നെ കോൺഫ്ലിക്റ്റും ആക്സിഡൻറ്റും രണ്ടാണ്, അതുണ്ട്. നമ്മളെപ്പോഴും കാണും. ഇപ്പോൾ നമ്മളൊരു ആക്സിഡൻ്റലായിട്ടൊരു ആനയുടെ മുമ്പിൽ ചെന്ന് പെട്ട് ഭയന്ന് ചെയ്യുന്നതും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെ തേടിപ്പിടിച്ച് വരുന്നതുമായിട്ടുള്ളൊരു ചിത്രം, പലപ്പോഴും രണ്ടാമത്തെ ചിത്രമാണ് ഇതിനെല്ലാം കൊടുക്കുന്നത്. ഒരു കാട്ടാന കലി. ഇതിനൊക്കെ ഈ നമ്മുടെ എല്ലാം തന്നെ ഈ ഭാഷയ്ക്കും ഇത് പ്രശ്നമുണ്ട്. ഈ ഭാഷ ഈ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് ഒപ്പിച്ച് ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ എന്താണ് പറയുക, ക്രൂരനായ കടുവ കാടിറങ്ങി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഭീതി, അല്ലെങ്കിൽ പടയപ്പയുടെ പരാക്രമം മാട്ടുപ്പെട്ടി നടുങ്ങി, കമ്പത്ത് കൊമ്പൻ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു പ്രശ്നമില്ലെങ്കിൽ എനിക്കും തോന്നും, അയ്യോ എന്തോ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു ഭ്രമാത്മകത ഉണ്ട്. ഇതിന് വേണ്ടി പുതിയ ഭാഷാ പ്രയോഗങ്ങൾ വരുന്നില്ല. ഇപ്പോൾ പേരിട്ട് വിളിക്കുന്നത് ഇപ്പോൾ ചക്കക്കൊമ്പൻ, അത് അറ്റ്ലീസ്റ്റ് ജെൻഡർ ന്യൂട്രലും അതുപോലെ എന്താ പറയുക ഒരു മതജാതി ചിഹ്നങ്ങളില്ലാത്ത സങ്കല്പങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ ഇതിൻ്റെ ഒപ്പം തന്നെ സാംസ്കാരികമായിട്ട് ഉയർന്നു വരുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത് ആനയുടെ പ്രശ്നം രൂക്ഷമായിട്ട് വരുന്നത് നമ്മൾ കേരളത്തിൽ മുഴുവൻ മാപ്പ് ചെയ്തിട്ടുണ്ട്. അത് ചില പ്രദേശങ്ങളിലുണ്ട്. ഇപ്പോൾ വയനാട് ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രതിഭാസം പഴവർഗ്ഗങ്ങളുമായിട്ടുള്ള ഒരു ആസക്തി വരുന്നുണ്ട്. ഇപ്പോൾ ചക്ക ഇതിന് വലിയ ഇഷ്ടം. അതാണ് ഈ മഴക്കാലത്തെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു
റീസൺ ആയിട്ട് പറയുന്നത് ചക്കയുടെ മണം പിടിച്ചിട്ട് വരും. നേരത്തെ ഇല്ലായിരുന്നു ആനകൾ. നേരത്തെ ഇതിലും കൂടുതൽ ഒരു പക്ഷേ വനത്തിനകത്ത് ഈ റിസ്ക് എടുക്കേണ്ട, കാരണം ഈ ക്രോപ്പ് റൈഡിംഗ് എന്ന് വിളിക്കുന്നത് ഒരു ആനയെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് എടുത്തിട്ടുള്ളൊരു കാര്യമാണ്. ഇഷ്ടപ്പെട്ടിട്ട് പോകണമെന്നൊന്നുമല്ല. ഒരു ക്രോപ്പ് റൈഡറും 40 വയസ്സിൽ കൂടുതൽ ജീവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ അടക്കം പറയും. നമുക്കറിയാവുന്നതാണ്. കാരണം അതിന് അത്രയധികം അങ്ങനെയുള്ള ആനകളെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ സമയത്ത് ഇത് ഏജ് ഇതാണ്, ഒരു 40 വയസ്സൊക്കെ ആയിരിക്കും. കാരണം അത് ഏതെങ്കിലും രീതിയിൽ അതിന് മരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും സാമൂഹികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ആനയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരെന്ത് ചെയ്യാറില്ല സാധാരണഗതിയിൽ ക്രോപ്പ് റൈഡിങ് വേറൊരു നിർവാഹമില്ലാത്തപ്പോൾ ആന പോവുള്ളൂ. പിന്നെ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ ഈ കുട്ടിക്കൊമ്പന്മാർ കൂട്ടം ചേർന്ന് പോകും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇത്തിരി ഒന്ന് ഫ്രീക്ക് ചെയ്യാനായിട്ട് എല്ലാവരും കൂടി പോകുന്ന പോലെ അതിനെ ബാച്ചിലർ ഹെഡ് എന്ന് വിളിക്കാം. ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഒന്ന് ആറളം ഭാഗത്ത് നമുക്കിത് കാണാം. ആറളം ഭാഗത്തെ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത്, ആറളത്ത് ഒരു വനം, ആറളം വനം അത് കർണാടകവുമായിട്ട് ബന്ധമുള്ളൊരു വനമാണ്. പിന്നീട് കിടക്കുന്നത് നമ്മുടെ ഗോത്രവർഗ സഹോദരന്മാരെ നമ്മൾ കുടിയിരുത്തിയ ഒരു പ്രദേശമാണ്. ഇപ്പുറത്തെ ആറളം ഫാമാണ്. ഈ ഫാമിലുള്ളത് കശുമാങ്ങയാണ്, നല്ല മണമാണ്. അതുപോലെ കുറച്ചൊക്കെ അടുത്ത കാലത്ത് പൈനാപ്പിൾ കൃഷിയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ മണം പിടിച്ചിട്ട് ഈ ആന വരുന്ന വഴി എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ ആദിവാസി സഹോദരങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് കൂടിയാണ്. ഇതാണ് കോൺഫ്ലിക്റ്റ്. കാടും പിടിച്ച് കിടക്കുകയാണെങ്കിൽ തിരിച്ചറിയാനും പറ്റാത്ത രീതിയിലുള്ളൊരു പ്രശ്നം. വയനാട് നെല്ല് വിളയുന്ന കാലം, പ്രത്യേകിച്ച് നെല്ല് പാൽപ്പരുവമാകുന്ന ഒരു കാലത്ത് ആനയ്ക്ക് അത് തിന്നാനുള്ള ഒരു ആസക്തി വരും. അത് പണ്ട് കാലത്തൊക്കെ ഞാനൊക്കെ 2000-ലൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവർ പറയാമായിരുന്നു, കുറേ എല്ലാവരും കൂടി നിന്നിട്ട് വേളം വെച്ചിട്ടൊക്കെയാണ്. വേളം വെക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആനയോട് ആജ്ഞാപിക്കുകയാണ്, സ്നേഹത്തോട് നീ പോകുമെന്ന് പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറച്ച് തിന്നിട്ട് പോയി കഴിഞ്ഞാൽ അത് അവൻ ആവശ്യമുള്ളവൻ തിന്നിട്ട് പോയി എന്ന് പറയുന്ന ഒരു രീതികളും കണ്ടിട്ടുണ്ട്. നമ്മുടെ വത്സലയുടെ നോവൽ തുടങ്ങുന്നത് തന്നെ കാവൽമാടത്തിലിരുന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാളുടെ കഥ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നാട്ടു സമ്പ്രദായങ്ങളിലൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരം പ്രദേശങ്ങളിൽ കോൺഫ്ലിക്റ്റ് അനുഭവപ്പെടുന്നുണ്ട്. കാരണം നമുക്ക് പാരമ്പര്യ രീതികൾ നമ്മളും മാറി, അതിന് സമയമില്ല, നമുക്ക് ആളുകളും ഇല്ല, ആനയുടെ സ്വഭാവത്തിലും മാറ്റം വന്നിട്ടുണ്ടാകും. അത് അങ്ങനത്തെ ഒരു പ്രദേശമാണ്. ആനകളുടെ നമ്പർ കൂടിയിട്ടില്ല. നമ്പറിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് പറയാം. അതായത് ഇന്ത്യയിൽ നമ്മളിതിൻ്റെ കണക്കെടുത്താൽ 1990-കളിലാണ് പ്രൊജക്റ്റ് എലിഫൻറ്റ് തുടങ്ങുന്നത്. ആ സമയത്ത് കണക്ക് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് ഒരു 15,000 ആനകൾ എന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ അത് ഇരട്ടിയായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത് ആനകളുടെ കേസിൽ നമ്മൾ കേരളത്തിലും ഒരു കഴിഞ്ഞ 20 വർഷമായിട്ടുള്ള കണക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ആന വലിയ ഈ സഞ്ചാരി ആയതുകൊണ്ട് ഈ കണക്കിൽ വലിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. നമുക്കൊരു സംസ്ഥാനം കേന്ദ്രീകരിച്ചിട്ടോ ഒരു ഡിവിഷൻ കേന്ദ്രീകരിച്ചിട്ടോ ചിലപ്പോൾ ഇതിനെ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ അകത്തൊരു ഒബ്സർവേഷൻ എന്ന് വിളിക്കുന്നത് ഒരു ഘട്ടത്തിൽ ഇത് തമിഴ്നാട്, കർണാടക, കേരളം ഈ പ്രദേശങ്ങളിൽ ആന മൂവ് ചെയ്യും. അപ്പോൾ ഈ വരൾച്ച ഏത് സമയത്താണ് നമ്മൾ ഈ പോപ്പുലേഷൻ എടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ കണക്ക്. ഈ വനംവകുപ്പ് ഇന്ന് പലപ്പോഴും ഈ മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് ധാരാളം കുറ്റാരോപിതരാവാറുണ്ട്, അല്ലെങ്കിൽ ധാരാളം കുറ്റം കേൾക്കാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇത് ഇന്നും തുടങ്ങിയ ഒരു പ്രശ്നത്തിൻ്റെ പുറത്തല്ല ഇത്രയധികം പഴി കേൾക്കേണ്ടി വരുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട് എന്ന് വിളിക്കുന്നത് ഒട്ടനവധി പാരിസ്ഥിതിക സേവനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഒരു വർഷം 1 ഹെക്ടർ കാട് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ മൂല്യം 28 ലക്ഷം രൂപയാണ്. 1 ഹെക്ടർ കാട് കൊടുക്കുന്ന ജലത്തിൻ്റെ മൂല്യമാണ്. പക്ഷെ അതൊക്കെ തന്നെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ റദ്ദ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം തികഞ്ഞു പോകുമ്പോൾ നമ്മൾ അറിയുന്നത് വനം വകുപ്പ് രൂപീകരിക്കുന്നത് ഒരു കൊളോണിയൽ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. 1864-65 കാലഘട്ടത്തിലാണ് വനം വകുപ്പ് രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ വന്ന ബ്രിട്ടീഷുകാർക്ക് തടി മുറിക്കാനായിട്ട് ഉള്ള ഒരു വകുപ്പായിട്ട് രൂപീകരിച്ച, അല്ലാതെ ഇന്ത്യയിലെ കാടുകൾ സംരക്ഷിക്കാനോ നാട്ടുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ വേണ്ടി ഉണ്ടാക്കിയ വകുപ്പൊന്നുമില്ല. അതിന് പറ്റിയ ഒരു വിഭവ ചൂഷണത്തിന് വേണ്ടിയുള്ളൊരു വകുപ്പായിട്ട് ഇതിന് ഉണ്ടാകുന്നത്. അതിന് പറ്റിയ മാർഗങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇതിന് പറ്റിയൊരു വ്യവസ്ഥിതി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബ്രിട്ടനിലെ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത്, ബ്രിട്ടനിൽ കാടുമില്ല, അന്നേ കാടില്ല, ഇന്നും കാടില്ല, അതുകൊണ്ട് തന്നെ വനവകുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ തൊട്ടടുത്തുള്ള ജർമ്മനിയിലെ ഫോറസ്റ്റേഴ്സിനെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഒരാളുടെ പേരാണ് ഡിയോട്രിച്ച് ബ്രാൻഡിസ് എന്ന് പറയും. ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്ന ആളാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഇദ്ദേഹമാണ് കേരളത്തിലേക്ക് റബ്ബറും കൊണ്ടുവരുന്നത്.
അതായത് നോക്കൂ, തേക്ക് ഒരു കൃഷിയുടെ പിതാവെന്ന് വിളിക്കുന്നതും റബ്ബർ കൃഷിയുടെ പിതാവെന്ന് വിളിക്കുന്ന ഒരൊറ്റ ആളാണ് ഡിയോട്രിച്ച് ബ്രാൻഡിസ്. ഒരു എബ്രഹാമിനെ പോലെ 3 മതങ്ങളുടെ പിതാവായിട്ട് നിൽക്കാൻ യോഗ്യതയുള്ള ആൾ. അതുകൊണ്ട് കർഷകരും വനംവകുപ്പും ആ രീതിയിലും ഒരേ പാരമ്പര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ്. പക്ഷെ പ്രശ്നം തുടങ്ങുന്നത് 1878 ആദ്യത്തെ ഈ വിഭവം തടിമുറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യവസ്ഥ, അതിനുവേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 1878 ബ്രിട്ടീഷുകാർ ആ വ്യവസ്ഥിതി വിലയിരുത്തുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് ആവശ്യത്തിനുള്ള തടി കാട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാടുകളിലൊക്കെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കാടിനെ ആശ്രയിക്കുന്നുണ്ട്, വിറകായിട്ടും പലതരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് ഭരണകൂടത്തിന് പോകേണ്ട തടിയാണ് ഇങ്ങനെ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് റിസർവേഷൻ എന്ന് വിളിക്കുന്ന പ്രക്രിയ തുടങ്ങുന്നുണ്ട്. ഇന്നത്തെ റിസർവ് ഫോറസ്റ്റ് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതായത് തദ്ദേശീയരായ ജനങ്ങളെ അകറ്റി നിർത്തിക്കൊണ്ട് ഭരണകൂടത്തിന് വേണ്ടി മാത്രം വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ഒരു സമ്പ്രദായം തുടങ്ങുന്നുണ്ട്. അന്ന് തുടങ്ങിയ ഒരു അകൽച്ചയാണ് ഇന്നും പ്രതിഫലിക്കുന്നത്. അത് പല രൂപത്തിലും പല ഭാവത്തിലും സ്വാതന്ത്ര്യത്തിന് ശേഷവും. കാരണം 2ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് വിളിക്കുന്നത് ഇന്ത്യയെ വ്യവസായവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വനവ്യവസായങ്ങൾക്ക് വേണ്ടി തടി ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ജോലിയാണ് വനംവകുപ്പിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 60കളിലും 70കളിലും ധാരാളം സ്വാഭാവിക വനങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് അക്കേഷ്യ, യൂക്കാലിപ്റ്റസ് അടക്കമുള്ള പ്ലാന്റേഷനുകൾ നമ്മൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. അത് അന്നത്തെ നയത്തിൻ്റെ ഭാഗമാണ്. അന്നത്തെ വലിയ ശരികളായിരുന്നു. അത് പലപ്പോഴും കേൾക്കുന്നത് വനംവകുപ്പ് വെച്ചുപിടിപ്പിച്ചു എന്നാണ്. അത് വനംവകുപ്പ് മാത്രം വെച്ചുപിടിപ്പിച്ചതല്ല, അത് ഒരു സർക്കാർ നയത്തിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ വലിയ ശരികൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് ആവാസ വ്യവസ്ഥകൾ ധാരാളം നശിച്ചിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ 2021 ശേഷം, കേരളത്തിൻ്റെ മഹാപ്രളയത്തിന് ശേഷം വനംവകുപ്പ് ഈ പൊതു താല്പര്യം മുൻനിർത്തിയെടുത്ത വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനം 2021 ശേഷം ഇത്തരം വിദേശ അധിനിവേശ സസ്യങ്ങളായിട്ടുള്ള അക്കേഷ്യ, യൂക്കാലിപ്റ്റസ് കേരളത്തിൽ വെച്ചുപിടിപ്പിക്കുന്നില്ല. അതിനെല്ലാം സ്വാഭാവിക അന്തരീക്ഷമായിട്ട് മാറുകയാണ്. ഇത് ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് 1920കളിലാണ് കേരളത്തിലെ മലയോര മേഖലയിലേക്കുള്ള വലിയ കുടിയേറ്റം തുടങ്ങുന്നത്. ആ കുടിയേറ്റം മഹാസംരംഭങ്ങളാണെന്ന് ഞാൻ പറയും. അതിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ നമ്മൾ വളരെ അഭിമാനത്തോടു കൂടിയാണ് അവരെയൊക്കെ സ്മരിക്കുക. അത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറ, പാലക്കയം, അതുപോലെ തന്നെ മലബാറിൻ്റെ പല ഭാഗങ്ങളിലേക്കും നമ്മുടെ അന്നത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ പട്ടിണി പടർന്നു പിടിക്കുമ്പോൾ അതിനെതിരെ മല കയറി കൃഷിയിടങ്ങൾ ഉണ്ടാക്കി നാട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി നടന്നുപോയ സൈനികരാണ് യഥാർത്ഥത്തിൽ കർഷകർ. വലിയ സാമൂഹ്യ ധർമ്മം അവരന്ന് ചെയ്യുന്നത്. 20കളിൽ എത്ര പേര് മരിക്കുന്നു. അവരുള്ള മലമ്പനിയും അല്ലെങ്കിൽ മട്ടിപ്പുല്ലെന്നാണ് എസ്.കെ. പൊറ്റക്കാട് പറയുന്നത്, മരിക്കാണ്. അതിൽ നിന്ന് ബാക്കിയാവുന്ന കുറച്ച് പേര്, അതാണ് കവി പാടുന്നത്, റഫീഖ് അഹമ്മദ് പാടുന്നില്ലേ, ഇത് മലയാള നാടിൻ്റെ മടിശീല കിലുങ്ങുന്ന എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിൽ സൃഷ്ടിക്കുന്നത് ഈ മലയോര മേഖലയിലെ കർഷകരാണ്. അത് പിന്നീട് അത് തുടരുന്നുണ്ട്. 50കളിലും 60കളിലും ഇത് തുടരുന്നുണ്ട്. അവർ എന്താ പറയുക, കാട്ടുമൃഗങ്ങളോടും പ്രകൃതിയോടും എല്ലാം തന്നെ ഇടചേർന്ന് പൊരുതിക്കൊണ്ട് പല ഭാഗത്തു നിന്നിട്ട് കെട്ടിപ്പടുത്തതാണ് നമ്മുടെ മലയോര മേഖല. അതിന് നമ്മൾ അവിടെ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറ്റിപ്പോകുന്നത് ഇതിന് സമാന്തരമായിട്ട് ഉടലെടുത്ത് വരുന്ന ചില ആഖ്യാനങ്ങളിൽ നമ്മളൊരു പക്ഷേ എന്താ പറയുക, പിന്നീടൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള കയ്യേറ്റത്തെയും ഈ കുടിയേറ്റത്തെയും നമ്മൾ ഒരു നിർവചനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുമ്പോഴാണ് ഈ പ്രശ്നം. അതുകൊണ്ട് തന്നെ മലയോര പ്രദേശത്ത് ജീവിക്കുന്നവരെല്ലാവരും എന്തോ അപരാധം ചെയ്തവരാണെന്നുള്ള ഒരു പൊതുധാരണ, അതൊരു പ്രകൃതി സംരക്ഷണത്തിനെതിരാണ് അവരെന്നുള്ളൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ്. തീർച്ചയായിട്ടും തെറ്റും കൃത്രിമമായിട്ടുള്ളൊരു നിർമ്മിതിയാണ്. അത് പ്രകൃതിയോടൊത്ത് ജീവിച്ച വലിയ മനുഷ്യരാണ് കേരളത്തിലെ കർഷകർ. അതുകൊണ്ട് തന്നെയാണ് ഞാനീ പറയുന്നത്, ആ ഒരു അപരരുക്തി ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സംഘർഷാത്മകതയിലേക്ക് വലിച്ചഴക്കപ്പെട്ട നമ്മുടെ ഈ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വനംവകുപ്പ് എന്നല്ല, എല്ലാ വകുപ്പുകളും കർഷകരോടൊപ്പമാണ്. അതുപോലെ കർഷകരും പ്രകൃതിക്കെതിരായിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വൈകാരികമായിട്ടൊക്കെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ജീവിച്ചതും ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇത് അറിയാവുന്നതും കർഷകരല്ലേ. അതുകൊണ്ട് കർഷകർക്ക് വേണ്ടിയല്ലോ സുരക്ഷ ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള കടമയാണ്. പക്ഷേ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 150 വർഷത്തെ ഒരു കൊളോണിയൽ പാരമ്പര്യം നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തിന് ആ ഒരു ഇമേജറിയിൽ നിന്ന് വെളിയിൽ വരാനായിട്ടുള്ള കുറച്ച് സമയമെടുക്കുകയും ചെയ്യും. നേരെ തിരിച്ച് പൊതുജനങ്ങൾക്കും ഈ ഒരു ഭാവനയുണ്ട്. അതായത് വനമെന്നാൽ ഞങ്ങൾക്കിതുകൊണ്ട് എന്താണ് ഗുണം, പാരസ്പര്യവും അല്ലെങ്കിൽ പ്രകൃതി ധർമ്മങ്ങളൊക്കെ നിൽക്കട്ടെ,
പക്ഷെ അതല്ലാതെ ഇതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഭവങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം, നേരെ മറിച്ച് ഈ മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യമല്ലാതെ എന്നുള്ളൊരു ചിന്ത ആളുകൾക്കും വന്നിട്ടുണ്ടെങ്കിലും സ്വാഭാവികമാണ്. അത് നമ്മളൊരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്ക്, ഉത്തരവാദിത്വമുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നമ്മുടെ ദൗത്യം എന്ന് വിളിക്കുന്നത് ഇതിനെ ഒന്നിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കാനുള്ള ഏറ്റവും സുപ്രധാനപ്പെട്ടൊരു കാൽവയ്പ് എന്ന് വിളിക്കുന്നത് നമ്മുടെ കൃഷിയിടങ്ങളായി നിലനിർത്തുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വന്യജീവികൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങൾ കൃഷി ഒരുക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അത് എങ്ങനെയാണെന്നുള്ളത് സൂക്ഷ്മാംശങ്ങൾ നമ്മൾ ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്. സർ, നമ്മൾ ഈ കോൺവെർസേഷൻ നടക്കുമ്പോഴും വനം വകുപ്പ് വേഴ്സസ് സാധാരണ മനുഷ്യർ എന്നുള്ളൊരു നരേറ്റീവിലാണ് നമ്മൾ ഈ കോൺവെർസേഷൻ നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് നോക്കിയാൽ ഇപ്പൊ LDF ഗവൺമെന്റ് തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ വൺ ഓഫ് ദ റീസൺസ് വനം വകുപ്പാണെന്നുള്ളൊരു നരേറ്റീവ് സ്ട്രോങ് ആണ്. അപ്പൊ അത്രയ്ക്ക് ഡിവിസീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ഈ കോൺവെർസേഷൻ നടക്കുന്നത്. അപ്പൊ ഇതിനൊരു ഇമ്മീഡിയറ്റ് ആൻഡ് സാർ ആദ്യം പറഞ്ഞ ഇമ്മീഡിയറ്റ് ആൻഡ് ലോങ് ടേം സൊല്യൂഷൻ വേണം. ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എന്തായിരിക്കാം? ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതിന് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് വരാം. അതായത് ഈ പ്രശ്നം കേരളത്തിൽ ഇന്ന് ഒരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫ്രെയിംവർക്കിലല്ല. രാഷ്ട്ര ശരീരത്തെ ബാധിക്കുന്നതാണ് രാഷ്ട്രീയം. ആ രീതിയിൽ നമ്മുടെ രാഷ്ട്ര ശരീരത്തെ ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലക്ടോറൽ പൊളിറ്റിക്സും അതിൻ്റെ ഭാഗമായിട്ട് വരും. പക്ഷെ ഇതിൻ്റെ ഒരു അപകടം എന്ന് വിളിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ശാശ്വതമായ ഒരു പരിഹാരം എന്ന് വിളിക്കുന്നത് ഈ പ്രശ്നത്തിൽ പഠിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരൊരിക്കലും അംഗീകരിക്കില്ല. ലഘൂകരണം എന്ന് മാത്രമേ അവർ പറയുള്ളൂ. കാരണം ഭൂമിയിൽ 2 ജീവികൾ ഉള്ളിടത്തോളം കാലം ഒരു ജീവി മറ്റൊരു ജീവിയുടെ പുറത്ത് അധീശത്വം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇന്നൊരു അധീശ വർഗമായിട്ട് മനുഷ്യനും വന്നിട്ടുണ്ടായിട്ടുള്ളത്. അപ്പോൾ പക്ഷേ ഈ ലഘൂകരണ പ്രശ്നത്തെ ആ ഒരു എന്താ പറയുക, നമ്മളൊരു ഇലക്ടോറൽ അല്ലെങ്കിൽ അത്തരം ഒരു രീതിക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് വളർത്തിയെടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വിളിക്കുന്നത് ഒരിക്കലും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമായിട്ട് ഇത് നിലനിൽക്കുകയും ഇത് നാട്ടിലെ ഒരു നിരന്തര ക്രമസമാധാന പ്രശ്നമായിട്ട് ഇത് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അതീതമായിട്ട് നമ്മളൊക്കെ ഉയർന്ന സാക്ഷരതയും ഉയർന്ന സാമൂഹിക ചിന്താഗതിയുള്ളൊരു സമൂഹമാണ്. വളരെയധികം അസമത്വങ്ങളൊക്കെ പിടിച്ചു കെട്ടിയ നവോത്ഥാന പാരമ്പര്യവും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസമത്വം നമുക്ക് മാറ്റാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ആ ഒരു ശുഭചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ പ്രശ്നം, ഇതിനെന്താണ് ഒരു അടിയന്തര പ്രാധാന്യത്തോടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ചെയ്തിട്ടുള്ള ശ്രമങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിനെ ഒരു സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് ഇതിൻ്റെ ആദ്യത്തെ നടപടിയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ വനംവകുപ്പിൻ്റെ ആന ഞങ്ങളുടെ കൃഷി നശിപ്പിച്ചു, ഞങ്ങൾ കുറച്ച് പേര് കാഴ്ചക്കാരായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു വികേന്ദ്രീകൃത ആ രീതിയിലുള്ള ഒരു അപരഭാവനയിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മളെല്ലാവരും ചേരണം എന്നുള്ളൊരു സന്ദേശം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഒന്ന്. രണ്ടാമത് ചെയ്തത്, കേരളത്തെ ഒരു 12 കോൺഫ്ലിക്റ്റ് ഭൂപ്രദേശങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ ഒന്ന് ആറളം, കണ്ണൂർ, കാസർഗോഡ് പ്രദേശമാണ്. അതൊരു കോൺഫ്ലിക്റ്റ് ലാൻഡ്സ്കേപ്പാണ്. അതിൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നീട് വയനാടാണ് രണ്ടാമത്, നിലമ്പൂർ മൂന്നാമത്തേതാണ്. പിന്നീട് നമ്മൾ വരുമ്പോൾ പാലക്കാട്, അട്ടപ്പാടി, മണ്ണാർക്കാട് പ്രദേശം വേറൊരു ഭൂപടത്തിൽ വരുന്നതാണ്, കോൺഫ്ലിക്റ്റ് ലാൻഡ്സ്കേപ്പാണ്. കുതിരാൻ, തൃശ്ശൂർ, അതുപോലെ വാഴച്ചാൽ, ചാലക്കുടി പ്രദേശം, മലയാറ്റൂർ, കോതമംഗലം പ്രദേശം, മൂന്നാർ, മാങ്കുളം പ്രദേശം, പെരിയാർ, റാന്നി, കോന്നി, അച്ചൻകോവിൽ, പിന്നെ കുളത്തുപുഴ, തിരുവനന്തപുരം, അഗസ്ത്യമല എന്ന് വിളിക്കും. ഇങ്ങനെ 12 ഭൂപ്രദേശങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഇത് എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും സ്വഭാവം വേറെയാണ്, കാര്യകാരണങ്ങളും വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിഹാര മാർഗങ്ങൾ, ഇപ്പോൾ ആറളത്ത് നമ്മൾ പരീക്ഷിക്കുന്ന മാർഗങ്ങളായിരിക്കില്ല എവിടെ നോക്കുക, തിരുവനന്തപുരത്ത് നോക്കേണ്ടി വരിക. അപ്പോൾ അത് രണ്ടും ചെയ്യുകയുണ്ടായി. എന്നിട്ട് നമ്മൾ കേരളത്തിലെ പഞ്ചായത്തുകളെ ഈ ഹോട്ട്സ്പോട്ടുകളായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. 273 ഹോട്ട്സ്പോട്ടുകളാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അസസ്മെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ചത്. അതിൽ 30 എണ്ണം കുറച്ചധികം തീവ്രത കൂടിയ സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം പ്രദേശങ്ങളെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ കൂടുതലായിട്ട്. അപ്പോൾ അതിനൊരു ഊർജം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്, ഒന്ന്, 10 മിഷനുകളെ പ്രഖ്യാപിക്കുകയാണ്. അടിയന്തര പ്രാധാന്യത്തോട് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മിഷനുകൾ രൂപപ്പെടുത്തുക. അതിൽ ഒന്നാമത്തെ മിഷനാണ് നമ്മൾ പറഞ്ഞത്, മിഷൻ
ഫെൻസിങ് എന്ന് തന്നെ പറയാം, സോളാർ ഫെൻസിങ്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് ഒരു 4,000-4,500 കിലോമീറ്ററോളം കാടും നാടും തമ്മിൽ ചേരുന്ന പ്രദേശത്ത് ഈ കോൺഫ്ലിക്റ്റ് അധികം കാണുന്ന പ്രദേശത്തെ സോളാർ വേലികൾ കെട്ടി തിരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് സോളാർ വേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പ്രതിരോധ മാർഗങ്ങളുണ്ട്, പക്ഷേ ചിലവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ 1 കിലോമീറ്റർ റെയിൽ ഫെൻസ് വേണമെന്ന് ആളുകൾ പറയും. റെയിൽ പാളങ്ങളെ കൊണ്ട് വേലി കെട്ടുക എന്ന് പറയും. 3 കോടി രൂപയാണ് ഇതിൻ്റെ ചിലവ് പെർ കിലോമീറ്റർ. അപ്പോൾ 4,000 കിലോമീറ്റർ നമ്മൾ ഇടണമെന്നുണ്ടെങ്കിൽ 12,000 കോടി രൂപയാണ് നമ്മുടെ വാർഷിക പദ്ധതിയുടെ 1/3. 300 കോടി രൂപ മാത്രമാണ്, 304 കോടിയാണ് വനം വകുപ്പിൻ്റെ ആനുവൽ ബജറ്റ്. അതിൻ്റെ ഒരു 20%, 30% ആയിരിക്കും ഇതിന് കിട്ടുക, ഈ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനായിട്ട് കിട്ടുക. അത് പ്രായോഗികമല്ല. മതിൽ കെട്ടണമെങ്കിൽ അതിൻ്റെ പാരിസ്ഥിതികമായിട്ട് വേണ്ടി വരുന്ന പാറക്കല്ലുകൾക്കൊക്കെ പുറമെ തന്നെ അതിനും ഏതാണ്ട് ഇതേ ചിലവ് വരും. പിന്നീട് വരുന്ന ട്രെഞ്ച് എടുക്കണമെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ 20-30 ലക്ഷം രൂപ വലിയ ചിലവുകളാണ്. അതിലേറ്റവും ചിലവ് കുറഞ്ഞതും വികേന്ദ്രീകൃതവുമായിട്ടൊരു മാർഗ്ഗമാണ് ഈ സൗരോർജ്ജ വേലി. അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം ചെയ്തത്, ഇത് പണ്ട് തൊട്ടേ ചെയ്യുന്നതാണ്, പല സ്ഥലത്തും കാട് പിടിച്ചും വള്ളികൾ പടർന്നും ആവശ്യത്തിന് മെയിൻ്റനൻസ് ഇല്ലാതെയും ഇത് വർക്ക് ചെയ്യാതെ ആയിട്ടുണ്ട്. അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ നോക്കി. തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ഇന്ന് കേരളത്തിലെ 1,900-ഓളം കിലോമീറ്റർ സൗരോർജ്ജ വേലി നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ പണ്ട് പൊളിഞ്ഞു കിടന്നത് ഇന്ന് എന്താക്കി തയ്യാറായി. ഒരു 700 കിലോമീറ്ററിൻ്റെ പണി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു അടുത്തൊരു 5-6 മാസം കൊണ്ട് ഏതാണ്ട് ഒരു 3,000 കിലോമീറ്ററോളം നമുക്കിത് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ധാരണ. പിന്നീടുള്ള ഒരു മിഷൻ ആണ് മിഷൻ വൈൽഡ് പിഗ്. അത് കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ നമ്മുടെ സംസ്ഥാനത്താണ് ആദ്യമായിട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റിൽ മാത്രം നിക്ഷിപ്തമായ ഒരു ധർമ്മം. അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയാണ് ആ ധർമ്മം അതിൽ ഏർപ്പിച്ചിട്ടുള്ളത്. ഈ വന്യജീവികളെ നിയന്ത്രിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തന്നെ പറയാം, ടു മാനേജ്. അത് ചിലപ്പോൾ കൂട് വെച്ച് പിടിക്കലാവാം, അല്ലെങ്കിൽ പിന്നെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിരവധി കണ്ടീഷന് വിധേയമായിട്ട് കള്ളിയാനുള്ള ഒരു തീരുമാനമാവാം. പക്ഷെ അത് ഈ വൈൽഡ് ബോറിൻ്റെ കേസിൽ അത് നമ്മൾ പഞ്ചായത്തുകൾക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കേരളത്തിലെ ഏതൊക്കെ പഞ്ചായത്തുകളിലാണ് ഈ പറയുന്ന കാട്ടുപന്നി മനുഷ്യൻ്റെ ജീവനും കൃഷിക്കും ഒരു പ്രശ്നമാവുന്നത്, അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും കൊടുത്തിട്ടുണ്ട്. അതിന് ഭാഗമായിട്ട് ഒരു പന്നിയെ വെടിവെച്ച് കൊല്ലുക അതിനായിട്ട് 1,500 രൂപയും കുഴിച്ചിടാനായിട്ട് അതിന് 2,000 രൂപയും ദുരന്ത നമ്മുടെ നിവാരണ നിധിയിൽ നിന്ന് കൊടുക്കാനുള്ളൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 വർഷത്തിൽ ഏതാണ്ട് 4,800-ഓളം ഇത്തരത്തിലുള്ള ഉപദ്രവം സൃഷ്ടിച്ച കാട്ടുപന്നികളെ നാട്ടിൻപുറത്ത് ഉന്മൂലനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിഷനാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീടൊരു മിഷൻ നടക്കുന്നത് മിഷൻ ബോണറ്റ് മക്കാക്ക് എന്നാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുരങ്ങുണ്ട് ബോണറ്റ് മക്കാക്ക്. ബോണറ്റ് മക്കാക്ക് ഇവിടെ ഒരു രീതി കാണുന്നത് 3 തരത്തിലാണ് ഇതിനെ കാണുന്നത്. ഒന്ന് കാട്ടിൽ കാണുന്ന ഈ കുരങ്ങ്, രണ്ടാമത് നാട്ടിൻപുറത്ത് കാണുന്നു, മൂന്നാമത് നഗരങ്ങളിൽ മാത്രം കാണുന്നു. അടുത്ത കാലത്ത് നമ്മൾ കാണുന്നൊരു പ്രതിഭാസം കാട്ടിൽ നിന്ന് ഈ പറയുന്ന നഗരങ്ങളിലേക്കുള്ള ഒരു പ്രവാസം. ഇപ്പോൾ നമ്മളൊക്കെ മനുഷ്യർ ചെയ്യുന്ന പോലെ തന്നെ നാട്ടിൻപുറത്ത് നിന്ന് നഗരത്തിലേക്കുള്ള ഒരു കുടിയേറ്റം ഈ പറയുന്ന കുരങ്ങുകളിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് കാരണം കഴിഞ്ഞു വേറൊന്നും കൊണ്ടല്ല, ഒന്ന് ഭക്ഷണത്തിൻ്റെ ലഭ്യത കാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഊർജം ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ നഗരപ്രദേശത്ത് കിട്ടുന്നത് കൊണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ കിട്ടും. കാരണം നമ്മളും ബിസ്ക്കറ്റ് കൊടുക്കും, നമ്മൾ കൗതുകം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മളും അതിന് ഭക്ഷണം ഫീഡ് ചെയ്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ ഒരു മൈഗ്രേഷൻ നടക്കുകയാണ്. പക്ഷേ ഇത് പല സ്ഥലങ്ങളിലും ഉപദ്രവം ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് നാട്ടുകുരങ്ങുകളാണ്. അപ്പോൾ ചന്തക്കുരങ്ങ്, നാട്ടുകുരങ്ങ്, കാട്ടുകുരങ്ങുകൾ കുറയുന്നു, ഈ ചന്തക്കുരങ്ങുകൾ കൂടുന്നു. ചില ചന്തക്കുരങ്ങുകളൊക്കെ തന്നെ വർഷങ്ങളായിട്ട് അവിടെ തന്നെ ജനിച്ച് വളർന്നതാണ്, കാട് കണ്ടിട്ട് പോലുമില്ല, പൂർണ്ണമായിട്ടും അത്തരം ആവാസ വ്യവസ്ഥയിൽ വളർന്നതാണ്. അപ്പോൾ അതിനെ പിടിച്ചു മാറ്റി കാട്ടിലിടാൻ പറ്റുമൊന്നുമില്ല. അങ്ങനെ മാറ്റിയൊരു എക്സ്പെരിമെൻറ്റിൽ കണ്ടത് ഇത് കുരങ്ങു പനിയും കൊണ്ടാണ് വെളിയിലേക്ക് വന്നത്. വേറൊരു ജനവാസ മേഖലയിലേക്ക് പോയത് കുരങ്ങു പനിയും കൊണ്ടാണ്. അപ്പോൾ അതിന് പരിഹരിക്കാനുള്ളൊരു വലിയൊരു മിഷനാണ്. അതിന് നമ്മളൊരു ലോകത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തി. അപ്പോൾ അവർ പറഞ്ഞത് വേറൊന്നുമല്ല, ഈ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്ന നഗര കേന്ദ്രീകൃതമായ അല്ലെങ്കിൽ കൃഷി കേന്ദ്രീകൃതമായ പ്രദേശത്ത് ഇതിനെ ഒന്ന്
നമ്മുടെ ആദ്യമായിട്ട് അവർ പറഞ്ഞത് നമുക്ക് പരമാവധി നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻ്റൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ നോക്കുക. ഈ ഫീഡിങ് ഹാബിറ്റൊക്കെ നമുക്കൊന്ന് ക്രമീകരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു ലക്ഷ്യം. രണ്ടാമത് വളരെ നിയന്ത്രിതമായ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത ഹോട്ട്സ്പോട്ടുകളിൽ മാത്രം വന്ധ്യംകരിക്കുക. അതിലൊരു ABC പ്രോട്ടോക്കോൾ തന്നെയാണ്. അതൊരു വലിയൊരു പ്രോസസ്സാണ്. ഒരു ട്രൂപ്പിൻ്റെ 80% കുരങ്ങുകളെങ്കിലും ഈ പ്രക്രിയയ്ക്ക് ആക്കണം. അതിനൊരു സർജിക്കൽ യൂണിറ്റ് വേണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. അതോടൊപ്പം തന്നെ വേറെന്ത് വേണം, ഇതിന് ഏത് പ്രദേശത്താണോ പിടിക്കുന്നത് അവിടെ നിന്ന് അവിടെ തന്നെ തുറന്നു വിടുകയും വേണം. അപ്പോൾ അതിന് ജനകീയമായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കുന്ന ഒരു മിഷനാണ് ഈ പറയുന്ന മിഷൻ. പിന്നെ 2 മിഷനും കൂടെ ഉണ്ട്. ഇതിൻ്റെ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് നടത്തി ഇതിനെ അറിവുകൾ സമാഹരിക്കുക, പിന്നെ പരമാവധി ബോധവൽക്കരിക്കുക. ഇപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നടത്തുന്ന ഈ സംവാദം പോലും ഒരു പക്ഷേ ഇതിൻ്റെ സെൻസിറ്റൈസേഷൻ്റെ ഭാഗമാണ്. വൈൽഡ് ബോർഡ് ഒരു കാര്യം ചോദിക്കട്ടെ, താങ്കൾക്ക് അത് താങ്കളുടെ പരിധിയിൽ നിന്ന് പറയാവുന്നതാണെങ്കിൽ മതി. എന്താ വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ചില സമയത്തെങ്കിലും ഇന്റർവെൻഷൻ ഏതെങ്കിലും രീതിയിൽ ഈ വൈൽഡ് ബോർഡിനെ കള്ളി ചെയ്യുന്ന കാര്യത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് തടസ്സമാകുന്നുണ്ടോ? ആ ചോദ്യത്തിന്റെ ഒരു പശ്ചാത്തലം ഇതാണ്. കാരണം നമ്മുടെ നിയമപ്രകാരം ഓണററി വൈൽഡ് ലൈഫ് വാർഡനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ ഡിക്ലെയർ ചെയ്താലും പിടിക്കുന്ന പന്നിയെ കൊല്ലാമെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ പിന്നെ കുഴിച്ചിടണം, അങ്ങനെ വ്യക്തമായ നിർദ്ദേശമുണ്ട്. പക്ഷെ പിടിക്കുന്ന പന്നിയെ എന്തിന് കുഴിച്ചിടണം, അത് കൊന്നാലെന്ത് തിന്നാലെന്ത് എന്ന് ചിലരെങ്കിലും പറയുന്നത്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പില് വളരെ ഉത്തരവാദപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ചിലർ പറയുന്നത് ഫോറസ്റ്റ് ഒഫീഷ്യൽസിന്റെ ഒരു മനോവീര്യം കെടുത്ത് ഒരു സാഹചര്യമുണ്ട്. നമ്മളെപ്പോഴും ഇങ്ങനെയാണ് പറയാം. അതായത് വനം വകുപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് വകുപ്പും ചെയ്യുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഒരു ഡെമോക്രാറ്റിക് രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ജുഡീഷ്യറി എന്നുള്ള വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ വനം വകുപ്പ് അല്ലെങ്കിൽ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് ഞങ്ങൾ എന്താ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ലെജിസ്ലേച്ചറും അല്ലെങ്കിൽ അവർ പറയുന്ന ജുഡീഷ്യറിയുടെ നിർദ്ദേശങ്ങളെ അതുപോലെ പാലിക്കുകയാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ആ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തു വരുന്നത്. ഇപ്പോൾ ഈ പറയുന്നത്, അതായത് ഇന്ന് ഇത് കൊണ്ടുവരുന്നത്, ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത് 1972 അന്ന് ഈ പോപ്പുലേഷൻ ഡിപ്ലീഷൻ എന്ന് വിളിക്കുന്നത് ഒരു വലിയൊരു പ്രശ്നമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. അത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായിട്ടുള്ള ഒരു നിയമമാണ്. അത് അതിൻ്റെ ധർമ്മം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ പല ജീവികളുടെയും വംശനാശം അത് ഇല്ലാതാക്കിയിട്ടുണ്ട്. അത് ലോകത്തിന് മുമ്പിൽ എന്താ പറയുക, തടഞ്ഞിട്ടുണ്ട്. അത് ലോകത്തിന് മുമ്പിൽ നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന കാര്യമാണത്. പക്ഷേ ഏതൊരു നിയമവും ചെയ്യുന്നത് പോലെ ഏത് നിയമവും കാലോചിതമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, മാറിക്കൊണ്ടിരിക്കണം, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ വനം വകുപ്പിനോടെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഭാഗത്തൊന്നും ചിന്തിക്കുന്നില്ല. മനുഷ്യരുടെ ആൾക്കാരുടെ സാധാരണക്കാരുടെ ഭാഗത്തൊന്നും ചിന്തിക്കും. എന്തായാലും പന്നിയെ വെടിവെച്ച് കൊല്ലുന്നു, അതിനെ എന്തുകൊണ്ട് ആൾക്കാർക്ക് ഭക്ഷിക്കാൻ കൊടുത്തുകൂടാ? അതിനെ അവർക്കൊരു ഇൻകം ആവുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർക്കൊരു ഇൻകം ആക്കിക്കൂടാ? രണ്ടാമത്തെ കാര്യം, ഈ കടുവ ഇപ്പം 2 പേരെ കൊന്നു. പിന്നെ മൈസൂരിൽ ഈ കടുവ ഒരു 3 പേരെ കൊന്ന കൂടെ വെടിവെച്ച് കൊല്ലാൻ അവിടുത്തെ വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് സാറിന്. രണ്ട് ക്വസ്റ്റ്യൻ വേറെയാണ് പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഉദ്യോഗസ്ഥർക്കുള്ളത് ഇന്ന് നിലനിൽക്കുന്ന നിയമം എന്താണോ അതനുസരിക്കുക എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മൂല്യമത്തായിട്ടുള്ള സംസ്കാരം ഞങ്ങൾ പിന്തുടരുകയാണ്. അതിൽ ഇന്ന് പറയുന്നത് 2023 ഒരു കേന്ദ്ര റൂളിൽ പറയുന്നത് എനി വൈൽഡ് ലൈഫ് ആർട്ടിക്കിൾ ക്യൂവേർഡ് ഓർ അൺക്യൂവേർഡ് ട്രോഫി, അതിൽ മാംസവും വരും, അത് പറയുന്നത് കത്തിച്ചു കളയുന്നതാണ്, സംസ്കരിക്കുക എന്നുള്ളതാണ്. ആ നിയമത്തിൽ ഏതെങ്കിലും രീതിയിൽ ആ നിയമം അതുപോലെ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അതിന് മാത്രമാണ് നിയമപരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ വരുന്നൊരു പ്രശ്നം നിൽക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തത് ഈ കടുവയുടെ കേസ് പറഞ്ഞല്ലോ. കടുവയുടെ കേസിൽ അതിൻ്റെ ഈ ഗൈഡ് ലൈൻസ് പറയുന്നത് ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഒരു സംഭവം പറയുമ്പോൾ അത് കുറച്ചും കൂടെ വ്യക്തവും. അതായത് രാധ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയെ നിർഭാഗ്യവശാൽ വളരെ ദൗർഭാഗ്യകരമായൊരു സാഹചര്യത്തിൽ ഒരു കടുവ പകുതി ഭക്ഷിച്ച രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ അത് കാണുന്നു. പിന്നെ ഈ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോക്കോൾ പറയുന്നത്, ഒന്ന്, ഒരു മൃഗം മാനേറ്റർ എന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം നമ്മൾ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യണം. അതായത് ഒരു പ്രദേശത്ത് തന്നെ ചിലപ്പോൾ 3-4 കടുവകൾ ഉണ്ടാവാം. അനിമൽ ഐഡന്റിറ്റി.
ഇപ്പോൾ ഒരു പ്രദേശത്ത് കൂട് വയ്ക്കുന്നതിൽ അതുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രദേശത്ത് 3-4 കടുവകളുണ്ടാവും. ഏത് കടുവയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളത് ആദ്യം അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ഒന്ന്. രണ്ടാമത് ആക്സിഡൻ്റലായിട്ട് ആവരുത് ഇത് സംഭവിച്ചിരിക്കുന്നത്. ചിലപ്പോൾ സംഭവിക്കാറുണ്ട് ആക്സിഡൻ്റൽ കില്ലിങ്, അല്ല എന്താ പറയുക, എൻകൗണ്ടറിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഉപദ്രവങ്ങൾ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിക്കാറുണ്ട്. 2. മൂന്നാമത് ഇവർ പറയുന്നത്, അതിനുവേണ്ടി ഇവർ പറയുന്നത് ഹാബിച്വേറ്റഡ്, കൺഫേംഡ് ഹാബിച്വേറ്റഡ് അനിമൽ ആവണമെന്നാണ്. അതായത് മനുഷ്യനെ പിന്നെ തിന്ന് ശീലിച്ചു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തി ഐഡൻറ്റിറ്റി കൺഫൈൻ ചെയ്ത അനിമൽ ആയിരിക്കണം. അതിന് പറയുന്നത് സ്റ്റോക്കിംഗ് ബിഹേവിയർ വേണം, പിന്തുടർന്ന് വന്ന് ആക്രമിക്കണം, അത് പിന്നീട് മനുഷ്യ ശരീരം തിന്നിരിക്കുകയും വേണമെന്നാണ്. ഇത് ഫീൽഡിൽ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിക്കും. ഇപ്പോൾ വയനാട്ടിൽ എക്സാക്ട്ലി. പക്ഷേ അത് ഞാൻ 2 സംഭവം കൂടെ പറയാം. വയനാട്ടിൽ നടന്ന ഈ സംഭവത്തിൽ ഈ ഒരു ധാർമ്മിക പ്രശ്നം നമുക്ക് വല്ലാതെ ആവുന്നുണ്ട്. അതായത് ഈ സ്ത്രീ മരിച്ചു കിടക്കുന്ന സീൻ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത് പുറകിൽ നിന്നാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് പിന്തുടർന്ന് വന്നിരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത് മനുഷ്യ ശരീരം തിന്നിട്ടുണ്ട്, നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഹാബിച്വൽ എന്ന് പറയുന്നത് എന്ത് വേണം, വീണ്ടും ഒരു ആക്രമണ സാധ്യത കാണണം എന്നുള്ളതാണ്. അത് സംഭവിച്ചത് നമുക്ക് ഉറപ്പാവുന്നത് യഥാർത്ഥത്തിൽ വനംവകുപ്പിൽ തന്നെ ഒരു പട്രോളിംഗ് ടീമിൻ്റെ പുറകെ കൂടെ വന്നിട്ട് ഒരു ആക്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ പുറത്തേക്ക് ഇത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മതിയായിരുന്നു. ഇതൊരു കൺഫേംഡ് ഹാബിച്വൽ ബിഹേവിയർ എന്നുള്ള ഒരു ഡെഫിനിഷനിലേക്ക് പോകാനായിട്ട് മാറിയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് പോകേണ്ടി വന്നില്ല. കാരണം അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ കടുവ മരിച്ചു, അല്ലെങ്കിൽ അത് മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ആ പ്രശ്നം വന്നില്ല. ഇതാണ് ഇതിൻ്റെ നിയമവശം. കാരണം ഈ സങ്കീർണതകൾ പാലിക്കാതെയാണ് നമ്മൾ ഈ നിയമത്തിൻ്റെ ഈ ചട്ടക്കൂടി കൂടെ അല്ലാതെയാണ് നമ്മളിത് പോകുന്നതെങ്കിൽ ഇത് വേട്ട എന്നുള്ളൊരു ഗണത്തിലാണ് പെടുക. അത് അവിടെയാണ് മനോജ് ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത്. ഈ നിയമങ്ങളെല്ലാം മനുഷ്യർക്ക് മൃഗങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് നിർമ്മിക്കപ്പെട്ടവയാണോ എന്നുള്ളൊരു സംശയമാണ് തോന്നുന്നത്. അല്ല, ഞാനും പറഞ്ഞു അത് തന്നെയാണ്. ഞാൻ എൻ്റെ നേരത്തെയുള്ള ചോദ്യത്തിൽ ഞാൻ പറഞ്ഞത് നിയമത്തിൽ വേണ്ടത് സമഗ്രമായിട്ടുള്ള മാറ്റമാണ്. ആ മാറ്റത്തിൽ ഇത്തരം കാര്യങ്ങളും കൂടി അഡ്രസ്സ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് സമഗ്രതയിൽ പരിഷ്കരിക്കപ്പെടണം എന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. കാട്ടുപന്നിയുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ഈ ആലപ്പുഴ വരെ പന്നി എത്തി. ഇതിനെ കാട്ടുപന്നി എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു 3-4 ജനറേഷനായിട്ട് ഇത് ഇവിടെ തന്നെ ജീവിക്കുന്ന ഹാബിച്വേറ്റഡ് ആയി, അതിനെ കള്ളി ചെയ്യുന്നതിനും ഇത് ഇങ്ങനെ ഒരു 6 മാസം കൊണ്ട് ഇങ്ങനെ പ്രസവിച്ച് കൂടുകയാണ്. അപ്പൊ അതിനെ എങ്ങനെ നിയന്ത്രിക്കും? ഞാനത് തന്നെയല്ലേ പറഞ്ഞു. ഇപ്പം അതായത് കാട്ടുപന്നിയുടെ കേസിൽ നമുക്ക് ഇന്ന് ഒരു കൃത്യമായിട്ടുള്ള രീതി ഉണ്ട്. കാരണം ഇന്ന് നമ്മുടെ പഞ്ചായത്തുകൾക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് നന്നായിട്ട് വിനിയോഗിക്കുന്ന പഞ്ചായത്തുകളുണ്ട്, വളരെ നന്നായിട്ട്. ഇപ്പോൾ 200-ലധികം പന്നികളെ കൊന്നിട്ടുള്ള പഞ്ചായത്ത് കേരളത്തിലുണ്ട്, തീരെ ചെയ്യാത്ത പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് നമ്മളൊരു കൊല്ലുക ഒരു ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കാർഷിക മേഖല തകരുന്നുണ്ടെങ്കിൽ, നാട്ടിൻപുറങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലണം. അതിന് ശാക്തീകരിക്കുക, പഞ്ചായത്തിനെ ശാക്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് നിൽക്കുന്ന ഒരു മാർഗം. ഓക്കെ. പക്ഷെ ഇതിൻ്റെ എല്ലാം തന്നെ നമ്മൾ തിരിച്ചു വരുന്ന ചോദ്യങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന എൻ്റെ മറുപടി എന്ന് വിളിക്കുന്നത്, ഞാൻ നിയമഭേദഗതിയെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സമഗ്രമായിട്ടുള്ള നിയമ ഭേദഗതി. ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഈ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ കർഷകരെയാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു കൂട്ടരാണ് ഈ ടൂറിസം, ഈ റിസോർട്ട്സ്. അവർ ഈ ഫോറസ്റ്റ് ഫ്രിഞ്ചസിലേക്ക് വന്ന റിസോർട്ട് ഇത് എന്തുമാത്രം ഇതില് രൂക്ഷമാക്കിയിട്ടുണ്ട്. ടൂറിസം കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ ഒരു ടെർഷ്യറി സെക്ടറിൽ ഒരുപാട് ഫോറിൻ ഏർണിങ്സ് നമുക്ക് തരുന്ന ഒരു സെക്ടറാണ്. അതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്, അതവിടെ ഉണ്ടാവും ചെയ്യും. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ടൂറിസം വന്നത് തന്നെ നമ്മൾ നോക്കിയ രസമാണ്. ആദ്യത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് നമുക്ക് ടൂറിസം വരുന്നത്. 1-ാം ഘട്ടം എന്ന് വിളിക്കുന്നത് വേട്ട, മൃഗയാവിനോദത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ പെരിയാറടക്കം ഇരവികളൊക്കെ അങ്ങനെ വന്നതാണ്. 2-ാം ഘട്ടം നമ്മുടെയൊക്കെ ഈ നമ്മുടെ കടപ്പുറങ്ങളെ കേന്ദ്രീകരിച്ചിട്ട് ഇപ്പോൾ സൺ സാൻഡ് സർഫ് ഒരു കൾച്ചറിൽ വരുന്നുണ്ട്. പിന്നീട് വരുന്നത് ഇപ്പോൾ നമ്മുടെ നെയ്യാറടക്കം ഡാം കെട്ടുമ്പോൾ അതിൻ്റെ ക്യാച്ച്മെൻറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്യജീവി സങ്കേതമാക്കുന്നു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ടൂറിസം വരുന്നുണ്ട്. പിന്നീട് ഒരു ഘട്ടത്തിലാണ് നമ്മൾ എക്കോ ടൂറിസം എന്നുള്ളൊരു വലിയൊരു ആശയത്തിലേക്ക് വരികയും പങ്കാളിത്ത വനപരിപാലനം വന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 കോടി രൂപയാണ് നമ്മുടെ ആദിവാസി ഗോത്ര സമൂഹങ്ങൾ അടങ്ങുന്ന തദ്ദേശീയ ജനതയ്ക്ക് ആര് കൊടുക്കുന്നത്? ടൂറിസത്തിൽ നിന്ന് വരുന്നത്. ഈ പങ്കാളിത്ത വനപരിപാലനത്തിൻ്റെ പദ്ധതി വരുന്നതിന് മുമ്പ്, ഇപ്പോൾ ഉദാഹരണത്തിന് തേക്കടിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു എക്കോണമിയിൽ ഒരു ടൂറിസ്റ്റ് അവിടെ താമസിച്ചിരുന്നത് ഒരു ദിവസം മാത്രമാണ്. ശരാശരി നൈറ്റ് സ്റ്റേ വാസ് വൺ ഡേ.
കാരണം ഒരു ബോട്ടിങ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഈ പങ്കാളിത്ത വനപരിപാലനം വഴി ധാരാളം പദ്ധതികൾ നമ്മൾ വന്നപ്പോൾ 2.5 ദിവസം വരെ ഇന്ന് ടൂറിസ്റ്റ് അവിടെ താമസിക്കുന്നുണ്ട്. നോക്കൂ, അതുണ്ടാക്കുന്ന ഒരു ചാക്രിക സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ ആലോചിച്ചു നോക്കും. അപ്പോൾ അതുകൊണ്ട് ടൂറിസം ഒരു എന്താ പറയുക വലിയ രീതിയിൽ കേരളത്തിൻ്റെ ഇതിന് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ശതമാനം ടൂറിസ്റ്റുകളും നന്നായിട്ട് തന്നെ നടത്തുന്ന ആളുകളാണ്. പക്ഷേ ചില വളരെ മോശമായിട്ടുള്ള പ്രവണതകളും ഉണ്ട് ആ ടൂറിസ്റ്റ് സെക്ടറിൽ നിന്ന് പറയാതിരിക്കാൻ വയ്യ. ഒന്ന് ഇപ്പോൾ നോക്കുമ്പോൾ കാടിൻ്റെ അടുത്ത് ചില സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ വലിയ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള പാർട്ടികളും DJ പാർട്ടികളും ഡാൻസൊക്കെ നടത്തുന്നത് അത് തീർച്ചയായിട്ടും വളരെ അൺഎത്തിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഇപ്പോൾ ആന വരുന്ന വഴിയിൽ തന്നെ ടൂറിസം നമ്മുടെ റിസോർട്ടുകളോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ മുളച്ചു പൊന്തുന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ട പ്രവണത തന്നെയാണ്. വേറെ ചില അപൂർവ ഒറ്റപ്പെട്ട കേസുകളിൽ ഈ വേസ്റ്റ് കാട്ടിലേക്ക് ഡംപ് ചെയ്യുന്ന പ്രവണതയും നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെയധികം മോശമായ വന്യജീവികൾ ഇറങ്ങുന്ന പ്രദേശങ്ങൾ രാത്രി സഞ്ചാരത്തിന് ടൂറിസ്റ്റുകളെ കൊണ്ടുപോയ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും, പക്ഷെ അതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ടാണ് ഞാൻ ഇതുവരെ നമുക്ക് കേരളത്തിന് കാണാൻ കഴിയുന്നത്. അത് നമ്മൾ കളക്റ്റീവായിട്ട് ഏതൊരു വലിയ പ്രസ്ഥാനത്തിലുണ്ടാവുന്ന അപജയങ്ങളാണ്, അതിന് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടത്. പക്ഷെ നമുക്കല്ലാതെ പൂർണ്ണമായിട്ടും ടൂറിസം ഒഴിവാക്കിക്കൊണ്ടൊന്നും നമുക്ക് കേരളത്തിൻ്റെ ഇക്കോണമി നമുക്ക് കാണാൻ കഴിയില്ല. പല റിസോർട്ടുകാർ ഫോറസ്റ്റിൻ്റെ ഫ്രണ്ടിലാണ്, നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാം, രാത്രിയിൽ ട്രക്കിങ്ങിന് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നു. ഇത് നല്ലതാണോ തെറ്റാണോ? അല്ല, അത് പറഞ്ഞു കഴിഞ്ഞില്ല. അത് നമ്മൾ എന്താ പറയുക, അത്തരം അൺഎത്തിക്കൽ പ്രാക്ടീസസ് പൂർണ്ണമായിട്ട് തെറ്റ് തന്നെയാണ്. അത് സ്വയമേവേ നമുക്ക് ഒരു പരിഷ്കൃത സമൂഹമാണ് നമ്മൾ അത്തരം പ്രാക്ടീസിൽ നിന്ന് സ്വയം തന്നെ പിന്തിരിയണം, അല്ലെങ്കിൽ നമ്മൾ സമൂഹ മനസാക്ഷി അതിനു വേണ്ടി മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ താങ്കൾ പറഞ്ഞപ്പോൾ ഹണ്ടിങ്ങിന്റെ കാര്യം പറഞ്ഞു. വേൾഡ് ഓവർ റെസ്ട്രിക്റ്റീവായുള്ള ഹണ്ടിങ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. വേൾഡ് ഓവർ അതുണ്ട്. നമ്മുടെ മന്ത്രി തന്നെ ഒരു തവണ പറഞ്ഞു, ഈവൻ നോട്ടഡ് എൻവയോൺമെന്റലിസ്റ്റ് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? എനിക്ക് അതിനകത്തുള്ളൊരു കാഴ്ചപ്പാട്, രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്രസക്തമായിട്ട് വരുന്നുണ്ട്. ഒന്ന്, ഒരു വാഹകശേഷി എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തിന് എത്ര ജീവികളെ ഉൾക്കൊള്ളാം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ അതിൽ മറ്റ് പല രാഷ്ട്രങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. അത് പക്ഷേ അത്ര ഒരു വ്യത്യാസം എന്ന് വിളിക്കുന്നത്, വലിയ രീതിയിലുള്ള ഇടപെടലുകളൊന്നുമില്ലാതെ താരതമ്യേന മനുഷ്യ സ്വാധീനവും സാന്നിധ്യവും ഇല്ലാതെ കിടക്കുന്ന പ്രദേശങ്ങളാണ്. അത്തരമൊരു അവസ്ഥ അല്ല പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രദേശം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആളുകൾ താമസിക്കുന്നുണ്ടാവും, അതിലൂടെ റോഡുകൾ ഉണ്ടാവും, വണ്ടികൾ പോകുന്നുണ്ടാവും, കന്നുകാലികൾ കാട്ടിൽ മേയുന്നുണ്ടാവും, ടൂറിസം പ്രദേശങ്ങളുണ്ടാവും. ഇത്തരം മനുഷ്യൻ്റെ ഇടപെടലുകൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വാഹകശേഷി കണക്കാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഒന്ന്, ഈ മനുഷ്യൻ്റെ പ്രസൻസ് എല്ലാം നിർത്തിക്കൊണ്ടുള്ള ഇടപെടലുകളെല്ലാം നിർത്തിക്കൊണ്ടുള്ള വാഹകശേഷിയാണോ അതോ ഇവരെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള വാഹകശേഷിയാണോ എന്നുള്ളൊരു ഒന്നാമത്തെ ചോദ്യമാണത്. ഒന്ന്. രണ്ടാമത്, ഈ വാഹകശേഷി ക്യാരിയിങ് കപ്പാസിറ്റി കണക്കാക്കുന്ന ഒരു സ്കെയിലുണ്ട് ഇതിനകത്ത്. അത് പലപ്പോഴും നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വയനാട് ജില്ല അല്ലെങ്കിൽ ഇടുക്കി ജില്ല അല്ലെങ്കിൽ ആലപ്പുഴ ജില്ല, നമ്മളൊക്കെ നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലാണ് അത് പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പലപ്പോഴും ഇത്തരം അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ചില ജീവികളുണ്ട്. ഇപ്പോൾ കാട്ടുപന്നി എന്ന് നമ്മൾ പറയുന്നത് നാട്ടിൻ പുറത്തിറങ്ങുന്നത് വലിയ ദൂരമൊന്നും സഞ്ചരിക്കാത്തതായതുകൊണ്ട് ഒരു പക്ഷേ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലോ ഒക്കെ നമുക്കതിനെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ ആനയെ പോലെയോ കടുവയെ പോലെയോ വലിയ സ്പേസിൽ പോകുന്ന ഒരു ജീവിയെ നമുക്കൊരു ചെറിയ പ്രതലത്തിൽ തളച്ചിട്ടുകൊണ്ട് വാഹകശേഷി കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേസമയം തന്നെ അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പറയുന്ന കള്ളിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത്. കള്ളിങ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോൾ നോക്കൂ, നമ്മളിത് പറയുമ്പോൾ തന്നെ ഇത് 2-3 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടാകുന്ന ഒരു മൃഗത്തെ ഒഴിവാക്കുന്നതാണ് ഇതിൻ്റെ ഒന്നാം ഘട്ടം. പ്രശ്നകാരിയായ ഒരു മൃഗത്തെ, ഒരു ജീവിയെ ആ പ്രശ്നമുണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുന്ന ഒന്നാമത്തെ ഘട്ടം. അതിപ്പോൾ ഒരു പരിധി വരെ നമ്മൾ വയനാട് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, കഴിഞ്ഞ 6 വർഷത്തെ കണക്കെടുത്താൽ 20-20 മേലെ കടുവകളെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 1. 2, ഈ ഒഴിവാക്കുന്ന രീതി വെടിവെച്ച് തന്നെ വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊരു മാനസികാവസ്ഥയാവാം, അതൊരു ചിലപ്പോൾ സാമൂഹിക അവസ്ഥയാവാം ഉണ്ട്. 3, ഇത് ഒരു സ്പോർട്ടായിട്ട് ഗെയിമായിട്ട് ചെയ്യാറുണ്ട്. നേരെ സൂചിപ്പിച്ച ചില രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. നിയന്ത്രിതമായ രീതിയിൽ എന്താ പറയുക, അത് പലപ്പോഴും കാണുന്ന ഹൈലി ഇവോൾവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ
വളരെ നിയന്ത്രിതമായിട്ട് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്. അത് ഒരു കൺട്രി വിത്ത് ഇക്കോണമി ഇൻ ട്രാൻസിഷനിൽ അത് നടക്കുമോ എന്നുള്ളൊരു സംശയം വേറെ പല ആളുകളും ഉന്നയിക്കുന്നുണ്ട്. ഒരു 100% ലോ അബൈഡിങ് ആവുന്ന ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുമോ എന്നുള്ളൊരു ചോദ്യം ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ഉന്നയിക്കുന്നുണ്ട്. കാരണം വൈൽഡ് ലൈഫ് ട്രോഫി കയ്യിൽ വയ്ക്കുന്നത് നിലവിലെ നിയമപ്രകാരം കുറ്റകരമാണ്. കേരളത്തിലെ 1-2 കേസുകളിലെങ്കിലും വളരെ ചർച്ച ചെയ്യപ്പെട്ട റൈറ്റ് ഫ്രം ആക്ടർ മോഹൻലാൽ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വേടൻ, റാപ്പർ വേടൻ, പിന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ ആക്ടർ സുരേഷ് ഗോപി, ഇങ്ങനെ ചിലരുടെ കയ്യിൽ വൈൽഡ് ലൈഫ് ട്രോഫി ഉള്ളതായിട്ട് ഡിപ്പാർട്ട്മെന്റ് കാണുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇൻഫർമേഷൻ കിട്ടുകയോ ചെയ്യുന്നു. ഇക്കാര്യത്തിൽ ഒരു യൂണിലാറ്ററൽ അപ്രോച്ചാണ്. എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഒരു അപ്രോച്ച്? എന്താണ് ഇതിലും ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം 2 തവണയാണ് ഈ ട്രോഫി ഡിക്ലെയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തത്. 2 തവണ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒന്ന് കൊടുത്തു, പിന്നീട് ഒരു ആംനസ്റ്റി പീരീഡ് കൊടുത്തു. ഇപ്പോൾ നമ്മൾ നിയമപരമായിട്ട് പറയുന്നത് ആ പീരീഡ് കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പലപ്പോഴും പറ്റിപ്പോകുന്ന എന്താ, നമ്മൾ അറിയുന്നുണ്ടാവില്ല. ചില ആളുകൾ നമുക്ക് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ പൂർവികരായിട്ട് ഇരുന്നതാണ്, തട്ടുംപുറം നോക്കുമ്പോഴാണ് ഇത് കണ്ടതെന്നൊക്കെ പറയും. നിർഭാഗ്യകരമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷേ നിയമപരമായിട്ട് എന്താണ് എൻ്റെ അവസ്ഥ? അത് ഇല്ലീഗലാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് എന്താണ്, ഇഗ്നോറൻസ് ഓഫ് എന്താണ് ലോ എന്ന് വിളിക്കുന്നത് എക്സ്ക്യൂസ് അല്ല എന്ന് നമ്മൾ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താ പറയുക, അതുകൊണ്ട് തന്നെ ഇല്ലീഗാലിറ്റി അത് ഏത് ലെവലിലാണെങ്കിലും ഇല്ലീഗലായിട്ട് തന്നെ ഇല്ലീഗൽ ആക്ട് നിലനിൽക്കുകയും ചെയ്യും, അത് പ്രൂവ് ചെയ്യുമ്പോൾ വരെ. അതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. പക്ഷെ ഒരു പടിയും കൂടെ മുന്നോട്ട് കടന്നപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൽ വേറൊരു നിർഭാഗ്യകരമായിട്ടുള്ളൊരു കേസും കൂടെ ഉണ്ട്. അതായത് ഈ ആക്ട് പറയുന്നത്, ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഒരു വൈൽഡ് ലൈഫ് ട്രോഫി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിയമപരമായിട്ടുണ്ടായിരുന്നതാണ്, എല്ലാ റെക്കോർഡിങ്ങിലുണ്ട്. പക്ഷെ അദ്ദേഹം മരിച്ചു. മരിച്ചതിന് ശേഷം ഒരു എന്താ പറയുക, അത് 90 ഇത്ര ദിവസത്തിനകം അത് അപേക്ഷിച്ച് കൈവശം വെക്കണമെന്നാണ്. പക്ഷെ ഞാൻ വിദേശത്തായിരുന്നു, തിരിച്ചു വന്നപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ ആശുപത്രിയിലായിരുന്നു എന്നുള്ള കേസുകളുണ്ട്. അത്തരം കേസുകളിൽ ഇത് ഒരു അവസരം കൂടെ കൊടുക്കണം. അത്തരം കേസുകളിൽ മാത്രം നിയമപരമായിട്ട് നേരത്തെ ഓണർഷിപ്പ് ഉണ്ടായതിന് പരിരക്ഷ, ഒരു ആംനസ്റ്റി കൂടെ കൊടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശം നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? കേന്ദ്ര ഗവൺമെന്റിന് നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അറിയാനായിട്ട് ഈ ഡിക്ലെയർ ചെയ്തതിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ദാറ്റ് മീൻസ് എനിക്ക് ലീഗലി കൈവശം വെക്കാനുള്ള അവകാശമാണ്, അതോ ഐ ക്യാൻ ട്രാൻസ്ഫർ ഇറ്റ്? ഇല്ല, ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്നത് എനിക്ക് കൈവശം വെക്കാനുള്ള അവകാശമാണ്. ഇതിന് സെയിലും ഒരിക്കലും പാടില്ല. ഈ വന്യജീവി വസ്തുക്കൾ സെയിൽ ചെയ്യാൻ പാടില്ല. ഗിഫ്റ്റിംഗ് പോലും ഇപ്പം നിയന്ത്രിക്കപ്പെടുന്നതാണ്. കാരണം ഇതിൻ്റെ കൈമാറ്റം തടയുക എന്നുള്ളതാണ്. കാരണം ഒരു ലോക പഠനങ്ങൾ കാണിക്കുന്നത് ലോകത്തിലെ ഒരു പക്ഷേ നർക്കോട്ടിക്സ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇല്ലീഗലായിട്ടുള്ള ട്രേഡ് നടക്കുന്നത് ഇതിലൂടെയാണ്, ഈ മാർക്കറ്റാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു പക്ഷേ എന്താ പറയുക, ഈ വന്യജീവികളും ഇതിൽ വന്നു പെടുന്നുണ്ട്. നമുക്ക് ലീഗൽ മിക്സ് എന്താണ്, ഇല്ലീഗൽ മിക്സ് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നിയമങ്ങൾ അവർ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് കൊല്ലപ്പെടുന്ന മൃഗങ്ങളൊന്നും തന്നെ ഇതിലേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ലെന്നൊരു മുൻകരുതൽ വെച്ചിട്ടാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് എനിക്ക് സൂക്ഷിക്കാം. പക്ഷേ എൻ്റെ മരണശേഷം അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ പോലും ഒരു നിയമപരമായിട്ടുള്ളൊരു പ്രോസസ്സിൽ കൂടെ ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ പോച്ചിങ് കുറഞ്ഞതോടുകൂടി കൊമ്പന്മാരുടെ എണ്ണം കൂടി എന്ന് പറയുന്നത് ശരിയാണോ? ഒരുപാട് ഇപ്പം പുറത്തിറങ്ങുന്ന കൂടുതലും കൊമ്പന്മാരാണ്. അതും ഒരു പരിധി വരെ അങ്ങനെയും വേണമെങ്കിൽ ഒരു നിരീക്ഷണം ആളുകൾ പറയുന്നുണ്ട്. അത് പക്ഷേ അതും ഒരു ഹിസ്റ്റോറിക്കലാണ്. അതായത് പണ്ട് ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പാണ്ഡ്യ കിങ്സ്, ഇപ്പോൾ മധുരയിലെ പാണ്ഡ്യ രാജാവിൻ്റെ കയ്യിൽ 1000-ഓളം കൊമ്പനാനകളുടെ സൈന്യം ഉണ്ടായിരുന്നു പറയപ്പെടുന്നത്. അതൊരു പക്ഷേ പെരിയാർ കാടുകളിൽ നിന്നായിരിക്കും പോയിരിക്കും അന്നത്തെ കാലത്ത്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ പല ഉൾക്കാടുകളിൽ പോകുമ്പോഴും 3ആനക്കുഴി, 5ആനക്കുഴി എന്നൊക്കെ പറയുന്ന പല പേരുകൾ പറഞ്ഞ് ഗോത്ര സുഹൃത്തുക്കൾ പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെലക്റ്റീവ് റിമൂവൽ എല്ലാ കാലത്തും നടന്നിട്ടുണ്ട്, ഒരു പരിധി വരെ നടന്നിട്ടുണ്ട്. ആനക്കൊമ്പിൻ്റെ വേട്ട നടക്കുമ്പോഴും ഒരു വർഷം എന്താ പറയുക, ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ, ഇത് പഠിക്കുന്ന ആളുകൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു റിമൂവൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നറിയോ, ഇതൊരു ആനയുടെ ഒരു പോപ്പുലേഷൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ആനയുടെ പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് ചിലപ്പോൾ ഒരു കൊമ്പനാനയ്ക്ക്, ഒരു ആണാനയ്ക്ക് ചിലപ്പോൾ
10 പെണ്ണാന എന്ന് വിളിക്കുന്ന ഒരു കണക്കിലേക്ക് 1:10 എന്നൊക്കെ ഉള്ള റേഷ്യോ ഉണ്ടാവും. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അത് വളരെ കുറഞ്ഞിരുന്നു. അതായത് ഒരുപാട് ഒരു 20-30 പെണ്ണാനയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കൊമ്പനാന എന്നുള്ളൊരു കണക്ക് വന്നിരുന്നത്. പക്ഷേ ഇന്ന് ആ റേഷ്യോ ഒക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കാരണം ഞാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ നമ്മളെല്ലാവരും സൊസൈറ്റി നമ്മൾ കാണിച്ച സംരക്ഷണത്തിന് കാണിച്ചൊരു വിവേകം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ പോപ്പുലേഷൻ ഇപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തിട്ടുണ്ട്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതാണോ കോൺഫ്ലിക്റ്റിന് കാരണമായിരുന്നെന്ന് നമുക്ക് കാണിക്കാവുന്ന കൺക്ലൂസീവ് പ്രൂഫുകളൊന്നും ശാസ്ത്രീയമായിട്ടൊന്നും പറയാറില്ല. നമ്മുടെ ഒരു അനുഭവം കാണിക്കുന്ന ചിലപ്പോൾ ഒരു പ്രദേശത്ത് 2-3 ആനകൾ ആയിരിക്കും ചിലപ്പോൾ ഈ പ്രശ്നം കൂടുതൽ ഉണ്ടാവും. ആ ആനകളെയാണ് ചിലപ്പോൾ നമ്മൾ എന്താ പറയുക വയനാട്ടിലൊക്കെ പിടിച്ചു മാറ്റിയ ഒരു സാഹചര്യം, ഒരു ക്രോണിക്കായി മാറുന്ന സാഹചര്യത്തിൽ അതിനെ മാറ്റിയിട്ടുണ്ട് ആ സമയത്ത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ ഒരു ആൻസറായിട്ട്. അത് കൂടുതൽ പഠനങ്ങൾ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏകദേശം 12ഓളം ഈ ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ കൊല്ലപ്പെടുകയുണ്ടായി. 12. അപ്പൊ ബേസിക്കലി കാടുമായിട്ട് ഒരു ജൈവിക ബന്ധമുള്ള ഒരു ജനവിഭാഗമാണ് അവർ. അവരിങ്ങനെ കൊല ചെയ്യപ്പെടുന്ന വാർത്ത നമ്മൾ കേൾക്കാത്തതാവാം, അല്ലെങ്കിൽ അത് സംഭവിക്കാത്തത് കൊണ്ടും ആവാം. എന്തുകൊണ്ടാണ് ഇൻക്രീസിംഗ്ലി ഇങ്ങനെ ഒരു ജൈവിക ബന്ധം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്? ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ ആ മീറ്റിങ്ങിൽ അന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അതൊരു ഇന്റർ ജനറേഷണൽ ഗ്യാപ്പ്, തലമുറ വ്യത്യാസം ആദിവാസി സമൂഹത്തിൽ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അത് ഒന്ന് പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില കേസിൽ ശ്രദ്ധക്കുറവിൻ്റെ ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാത്രി സഞ്ചാരം, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ലഹരിയുടെ ഉപയോഗം കൂടി ഉണ്ടായിട്ടുള്ള കേസുകളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ കേസുകളും ഞാൻ പറയുന്നില്ല, ചില കേസുകളിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഒരു കേസിൽ ഇയർഫോൺ വെച്ച് നടന്ന ഒരു സംഭവം കാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ടുള്ള ഒരു ഇതായിരുന്നു. അതായത് പിന്നീട് പറയുന്നത് എന്താ പറയുക, സ്വഭാവത്തിൽ വരുന്ന മാറ്റം, ആനകളുടെ ബിഹേവിയറിലൊന്ന് മാറ്റവും 1-2 കേസുകളിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ആനകൾ കൂടുതൽ അക്രമകാരിയാവാൻ കാരണം വയലൻ്റ് ആയിട്ടുള്ള മീൻസ് യൂസ് ചെയ്യുന്നതാണ് ഒരു ഇതുണ്ട്. ചില ആനകൾ ചരിഞ്ഞപ്പോഴേ അതിൻ്റെ ദേഹത്ത് പെല്ലറ്റ്സ് കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ടയർ കത്തിച്ചെറിയുക, അതുപോലെ ഈ ഇതിനകത്ത് പഴത്തിനകത്ത് എക്സ്പ്ലോസീവ് വെക്കുക, അതൊക്കെ ആനയുടെ സ്വഭാവത്തിന് മാറ്റുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ നമ്മുടെ തന്നെ കണക്കുകളിൽ ഒരു ഇലക്ട്രിക്യൂഷൻ, അതുപോലെ 4-5 കേസുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ പെല്ലറ്റുകൾ, ചില കേസുകളിൽ മരണകാരണമായില്ലെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മരണപ്പെട്ട ആനയെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴും പെല്ലറ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണ് തന്നെ. അത് ഈ ആനയുടെ ബിഹേവിയറിൽ, അത്തരം ആക്രമണത്തിന് വിധേയമാകുന്ന ആനകളുടെ ബിഹേവിയറിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭയം ഇല്ലാതെയാവുന്ന ആനകളുടെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. അങ്ങനത്തെ ഒരു കണക്ക് ഞങ്ങളൊരു 5% ഒരു മരണകാരണങ്ങളിൽ ഇതിൽ നമ്മുടെ ഒരു അനാലിസിസിൽ കാണുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടത് തന്നെയാണ്, സംശയമൊന്നുമില്ല. നിയമപരമായിട്ട് തെറ്റാണ്, ചെയ്യാനും പാടില്ലാത്തതാണ്. നേരത്തെ ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യം ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കട്ടെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രൈമറി മാൻഡേറ്റ് എന്താണ്? ഫോറസ്റ്റിനെ ജനങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണോ, അതോ ജനങ്ങളിൽ നിന്ന് ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണോ? അങ്ങനെ ഒരു ജനവും കാടും രണ്ടാണെന്നുള്ളൊരു തോന്നലിലേക്ക് വനം വകുപ്പ് ഭാവിയിൽ പോകാൻ പാടില്ല. ഇത് വനം എന്ന് വിളിക്കുന്നത് ജനത്തിന് വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങളില്ലാതെ വനവും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. 100%. അതായത് വനം സംരക്ഷിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വനം സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ വെള്ളമാണ്. കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് ഈ കാട്ടിൽ നിന്നാണ്. നമ്മുടെ 44 നദികളും അതുപോലെ 900ഓളം ഉപനദികളും ഉത്ഭവിക്കുന്നത് ഈ കാട്ടിൽ നിന്നാണ്. ആ ജലസംഭരണികളെ ഈ വലിയ പ്രളയകാലത്ത്, ഈ അതിതീവ്ര മഴയുടെ കാലത്ത് ഏറ്റുവാങ്ങാനുള്ള വലിയ ശിവന്റെ തലയാണ് ഈ കാട്. അത് 2 മഴക്കാലം മാത്രമുള്ള കേരളത്തിൽ വർഷം മുഴുവൻ നമ്മളെ നദികൾ ഒഴുക്കണമെങ്കിൽ ഈ ജലസംഭരണികളായിട്ടുള്ള കാട് വേണം. അത് ജനത്തിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ദേശീയ വനനയം പറയുന്നത് 1/3 കാടായിരിക്കണം എന്ന് പറയുന്നു. അതിൻ്റെ പുറകിലുള്ള ഒരു ലോജിക്ക് കൊണ്ടുവന്നത് വനശാസ്ത്രജ്ഞന്മാരല്ല. 1952 അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന KM മുൻഷി അദ്ദേഹമാണ് പറഞ്ഞത് 1 ഹെക്ടർ കാട് 2 ഹെക്ടർ കൃഷിക്കുള്ള വെള്ളം തരുമെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് 33% എന്നുള്ളൊരു കണക്ക് കൊണ്ടിരുന്നത്. നമുക്ക് വനവും ജനവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു അപരഭാവന കൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒരു പിതാവിൽ തുടങ്ങിയതാണ്. 2ൻ്റെ പിതാവ്, റബ്ബറിൻ്റെ പിതാവ്, മലയോരക്കാർ, അങ്ങനെ ഒരു നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു ആഖ്യാനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താ പറയുക, 2 മതസ്ഥർ തമ്മിൽ കാണുന്ന പോലെ ഉള്ള ഒരു വിഭജനം നമ്മളൊരു കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വനം എന്ന് വിളിക്കുന്നത് ജനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. തിരിച്ച് ജനം വനത്തെ നശിപ്പിക്കാതിരിക്കുന്നതും
പ്രധാനപ്പെട്ടത് ജനത്തിന് വേണ്ടി തന്നെയാണ്. ആ ഒരു യുക്തി നമുക്ക് അടുപ്പിച്ചേ മതിയാവും. കേരളത്തിന്റെ വനവിസ്തൃതി ആക്ച്വലി കൂടിയിട്ടുണ്ടോ അതോ എന്താണ് ഫാക്ച്വലി ഫിഗർ എന്താ പറയുന്നത്? അതായത് വനവിസ്തൃതി 29.5% കണക്കുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളാണ്. അത് വനവിസ്തൃതി റെക്കോർഡിക്കലായിട്ട് ഇന്ന് നിലനിൽക്കുന്ന വനമാണിത്. 11,500 എത്രയോ ചതുരശ്ര കിലോമീറ്ററാണ്. 38,863 ചതുരശ്ര കിലോമീറ്ററുള്ള കേരളത്തിൻ്റെ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിന്റെ 30% വനമാണെന്നാണ് റെക്കോർഡിക്കലുള്ള കണക്ക്. പക്ഷേ ഇതിനകത്ത് വരും നമ്മൾ ലീസിന് കൊടുത്ത ഭൂമി, വനംവകുപ്പിൻ്റെ തന്നെ കയ്യിൽ വനംവകുപ്പ് പണ്ട് സൃഷ്ടിച്ചിട്ടുള്ള പ്ലാന്റേഷനുകളുണ്ട്. അത് ഏതാണ്ട് 1.5 ലക്ഷം ഹെക്ടറോളം വരും. 90,000 ഹെക്ടറോളം തേക്ക് തോട്ടങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയാണ്. ഇതെല്ലാം തന്നെ നമ്മൾ പതിയെ അക്കേഷ്യ യൂക്കാലിപ്റ്റസ് ഒക്കെ മാറ്റി സ്വാഭാവിക വനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ പല ആവശ്യങ്ങൾക്ക് കൊടുത്ത ഭൂമിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഉള്ള വനം എന്ന് ചോദിച്ചു, അതാണ് ഞാൻ ഈ പറഞ്ഞ ഏക്കറേജിൽ നമുക്കിതുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ വനത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ പൂർണ്ണമായ ദൗത്യങ്ങളും നിർവഹിക്കുന്ന വനം അത്ര സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നത് വനാവരണം 1, 2 ഹരിതാവരണം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് പിക്ചറിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെങ്ങിൻതോപ്പും ഗ്രീനാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ 55% ഹരിതാവരണം എന്ന് പറയും കേരളത്തിൽ. അതാണ് ഗ്രീൻ കവർ കൂടുന്ന് പറയുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ചില സിറ്റുവേഷനിലൊക്കെ രണ്ടും തെറ്റിച്ച് പറയാറുണ്ട്. കേരളത്തിൽ 55% വനമാണ്, ഇനി വനം കൂട്ടണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അത് വളരെ ലളിതമായിട്ടുള്ള യുക്തിയിൽ പോകുന്നതാണ്. അത് നമ്മൾ ഫാക്ച്വലായിട്ട് ഇതാണ് അവസ്ഥ. ഞാനിതിനെക്കൊണ്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് ഈ ഏരിയയിലൊന്നുമല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ആഭ്യന്തരമായിട്ട് എനിക്കിപ്പോൾ 10 അടി പൊക്കം ഉണ്ടായിട്ട് അല്ല 6 അടി പൊക്കം ഉണ്ടായിട്ട് കാര്യമില്ല. എൻ്റെ ശരീരം മുഴുവൻ വ്രണമാണെങ്കിൽ നമ്മുടെ കാടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആരോഗ്യം വല്ലാതെ ബാധിക്കപ്പെടുന്നുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ പറഞ്ഞ നെറ്റ്വർക്കിങ്ങും ഫങ്ഷണാലിറ്റി എന്ന് പറയാം. ഒരു സാരി നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ എന്ത് പറ്റും? സാരി പെട്ടെന്ന് കീറിപ്പോകും. ഇതേ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇടപെടലുകളും ഈ ഓരോ ഹോളിന് തുല്യമാണ്. ഒരു ജനതയ്ക്ക് ജലം പ്രദാനം ചെയ്യാനുള്ളൊരു കാടിൻ്റെ ധർമ്മത്തെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കുറയ്ക്കാതിരിക്കുക, പരമാവധി നമ്മൾ ഉള്ള കാടിൻ്റെ ആരോഗ്യം നന്നാക്കുക, അധിനിവേശ സസ്യങ്ങൾ അതിനൊരു വൈരാഗ്യ ബുദ്ധിയോടെ കാണേണ്ട കാര്യമൊന്നുമില്ല. തിരിച്ചും എന്തിനാണ് അത്തരം വൈരുദ്ധ്യങ്ങളിലേക്ക് പോകുന്നത്? അപ്പോൾ നമ്മുടെയൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ പ്രബുദ്ധ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന ഒരു സമവായത്തിലേക്ക് ഈ പറയുന്ന വിവിധ സ്ഥാപനങ്ങളെ, വിവിധ വ്യക്തികളെ, വിവിധ വകുപ്പുകളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും കർഷകരും തമ്മിലുള്ള പ്രശ്നം, ഈ ഒരു റേഞ്ച് ഓഫീസർ എന്നോട് പറഞ്ഞത് പല ബീറ്റ് ഓഫീസേഴ്സിനും ഗാർഡുകൾക്കും ഈ കോൺഫ്ലിക്റ്റ് ഡെത്ത് ഉണ്ടാകുന്ന സ്ഥലത്ത് പോകാൻ ഭയമാണ്. അവരെ തടഞ്ഞു വെക്കുന്നു, അവരെ ആക്രമിക്കുന്നു, ചത്ത പശുവിനെ കൊണ്ട് ബോണറ്റിൽ വെച്ചിട്ട് സമരം നടത്തുന്നു. കർഷകർ പറയുന്നത് ഈ വന്യജീവികളെ ഉപയോഗിച്ച് ഞങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ല, അത് ഞാൻ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എനിക്ക് തോന്നുന്നു വ്യക്തമായിട്ട് തോന്നുന്നു. അതൊരു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അങ്ങനെ എല്ലാവരും വെച്ച് പുറത്ത് എനിക്ക് തോന്നുന്നില്ല, വളരെ കുറച്ച് പേരായിരിക്കും. അങ്ങനത്തെ ഒരു ഉദ്ദേശവും നമുക്കില്ല എന്നുള്ളതാണ്. കാരണം അതിലത് ഞാൻ നേരത്തെ പറയണ്ടേ, അതായത് വനാവരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇത് ജനങ്ങളുടെ പൂർണ്ണ സുരക്ഷ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വനം പരിപാലിക്കപ്പെടുന്നുള്ളൊരു കാഴ്ചപ്പാടിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഇന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളായി തന്നെയാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. അത് പരിഹരിക്കപ്പെടണം. പൊളിറ്റിക്കലി ഭയങ്കര പ്രഷർ വന്നിട്ടുണ്ടോ മിനിസ്റ്ററിയൽ ലെവലിലൊക്കെ? കാരണം കേരളത്തിന്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എന്ന നിലയ്ക്ക് ഏറ്റവും ഇങ്ങനെയൊരു ഇത് ഇവിടെ മാത്രമല്ല, അതായത് നോക്കൂ, ഈ കൺസർവേഷൻ നമ്മൾ പ്രവർത്തിക്കുന്നത് 3 പ്രധാനപ്പെട്ട മേഖലകളുടെ നടുവിലാണ്. ഒന്ന് ഒരു പ്രൊഡക്ഷൻ സെക്ടർ എന്ന് പറയുന്ന ഒരു മേഖല, അത് നമ്മുടെ വ്യാവസായിക യൂണിറ്റുകളെല്ലാം വരുന്നൊരു മേഖല. ഞാൻ നിൽക്കുന്നത് ഒരു കൺസർവേഷൻ എന്ന് വിളിക്കുന്ന ഒരു മേഖലയുടെ ഇടയിലാണ്. മൂന്നാമത് വരുന്നത് ലൈവ്ലിഹുഡിൻ്റെ ഒരു മേഖല, കർഷകരൊക്കെ വരുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ മധ്യഭാഗമാണ് നമ്മളെല്ലാവരും കൂടിച്ചേരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു കാലത്ത് GDP 8% വളരുന്നു, 2.5 ഇരട്ടി ആളുകൾ പോപ്പുലേഷൻ കൂടുന്നു, 2.5 ഇരട്ടി കന്നുകാലികൾ കൂടിയിട്ടുണ്ട്. വികസനം വരുന്നൊരു കാലഘട്ടത്തിൽ നമ്മുടെ റിസോഴ്സസ്, വിഭവങ്ങൾ വളരെ പരിമിതമാണ്, അത് വർദ്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷറുണ്ട്.
തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ അത് നോക്കൂ, ആ പ്രഷർ എന്ന് വിളിക്കുന്നത് ഒരു വിഭവത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന നല്ല ഉദ്ദേശത്തിൽ തന്നെ ചെയ്യുന്ന പ്രവർത്തനം ഉണ്ടാവും. അത് ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു ജോലി കൂടിയാണ് നമ്മുടേതായിട്ടുള്ളൊരു ജോലി. അത് കുറേയൊക്കെ സെൻസിറ്റൈസേഷനിലൂടെയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ട്രേഡ് ഓഫ് എന്നൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ എക്സ്ട്രീം പൊസിഷനൊന്നും നമ്മൾ എടുക്കാതിരുന്നാൽ മതി. നമ്മൾ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് മാറിയാൽ തന്നെ, ഒരു പക്ഷം പിടിക്കാതിരുന്നാൽ തന്നെ ഇത് മാറാൻ പറ്റും. സംരക്ഷിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളൊരു ബോധ്യം ഞാൻ മാത്രമല്ല, അത് നമ്മുടെ മുമ്പുണ്ടായിരുന്ന എല്ലാവരും പറയാൻ ശ്രമിച്ച ഒരു കാര്യമാണ്. അത് ഇനിയും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ CM ഒക്കെ വിളിച്ചിട്ട് എന്താ പറയാ ഇങ്ങനെ അത് അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് പറയേണ്ടി വന്നിട്ടില്ല. ഒരു ഫ്രാങ്കായിട്ട് പറയുന്നത്. ഈ താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഈ കൺസേൺ റൈസ് ചെയ്തിട്ടുണ്ടോ? ഈ അവരിങ്ങനെ ഭയങ്കര പ്രഷറിലാണ്, അവർക്ക് ഈ പോകാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് നമുക്ക് താഴെത്തട്ടിലുള്ള ആളുകൾ, ഞാനൊക്കെ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന ഒരാളോട് കൂടി അത് നേരിട്ട് അറിയുന്ന കാര്യമല്ലേ. എത്രയോ അവർ മാത്രമല്ല, ഇതിപ്പോൾ ഞാനും അനുഭവിക്കുന്നത് തീർച്ചയാണ്. അല്ല, ജനങ്ങൾ സംസാരിക്കുന്ന അവരുടെ ആകുലതകളാണ്. അവർ സർക്കാർ സംവിധാനത്തോടല്ലാതെ പിന്നെ ആരോട് അവർ പറയാം? അത് കേൾക്കാനായിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ ജോലിയും കൂടിയാണ്. പക്ഷേ ഈ വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളും ജനം തന്നെയാണ്, ആ സമൂഹത്തിൽ നിന്ന് തന്നെയല്ലേ ഞങ്ങളും വരുന്നത്.